സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഒരു പുതിയൊരു സെഷനാണ്. പുതിയൊരു സെഷൻ എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് സ്പോട്ട്ലൈറ്റ് ചെയ്തോട്ടെ, എന്താണ് പറയുന്നതില്ല കേൾക്കില്ല. അപ്പൊ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ മെമ്പേഴ്സിൽ തന്നെ ഓരോ മേഖലയിൽ അവരവരുടെ കഴിവ് തെളിയിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒരുപാടുള്ള മെമ്പേഴ്സ് നമ്മുടെ ഇടയ്ക്ക് ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുപോലൊരു മെമ്പറിനെ വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സെഷൻ എടുക്കുകയാണ്. ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സ്റ്റേ സേഫ്, ഇൻവെസ്റ്റ് സ്മാർട്ട്, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ ഫോർ സീനിയേഴ്സ് എന്നുള്ളത്. അതായത് ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. മുരളി സാറിനെ ഞാൻ മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. പൊതുവെ ഈ സീനിയേഴ്സിനാണ് പൊതുവെ ഈ ഫ്രോഡ്ലെൻസ് അല്ലെങ്കിൽ അതുപോലുള്ള പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ അവരിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ്. അത് അവർക്ക് മിസ്യൂസ് ചെയ്യപ്പെടാനും ഒരുപാട് എളുപ്പമാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ മാറ്റാം, എങ്ങനെ നമുക്ക് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേര് അയ്യോ ഫിനാൻസ് എന്ന് പറഞ്ഞ് ഓടുന്നവരുണ്ട്. അപ്പോ അതൊക്കെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ സെഷൻ. അപ്പൊ ഇന്നത്തെ സെഷൻ എടുക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള എബ്രഹാം സാറാണ്, എബ്രഹാം ജേക്കബ് സാറാണ്. സാറ് എന്ന് പറയുന്ന ഫോമർ സീനിയർ ബാങ്ക് ഒഫീഷ്യൽ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ 2 ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു. പിന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുടെ MD ആയിരുന്നു. ഇത്രയും ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. വെൽക്കം ടു ക്യാറ്റ്. ഞാൻ എബ്രഹാം സാറിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. സർ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എവരിബഡി. Good morning. Thanks for the nice Good introduction. morning. Good morning. Good morning, sir. Good morning, sir. Good morning. Good morning. നല്ലൊരു ഇൻട്രഡക്ഷൻ തന്നതിന് സന്തോഷമുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും നമ്മളെ പ്രായമായവരുടെ ഈ ഖയാൽ ക്ലബിലേക്ക് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് കണ്ടുവരുന്ന പലതരത്തിലുള്ള ഫ്രോഡുകൾ, ബാങ്ക് ഫ്രോഡുകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ഫ്രോഡുകളെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് എന്നോട് പറഞ്ഞത്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പായി ഇരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവും. എന്തായാലും ഇങ്ങനെ ഒരു അവസരം തന്ന ഖയാൽ ക്ലബിനും ഇതിലെ പാർട്ടിസിപ്പൻസ് നിങ്ങൾ എന്റെ കേൾവിക്കാരായി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് തുടങ്ങാണ്. നമ്മൾ ഈ ഇന്ത്യയില് ഡിജിറ്റൽ ഫ്രോഡുകൾ അല്ലാതെ പലതരത്തിലുള്ള ഫ്രോഡുകളുണ്ട്. ഈ കഴിഞ്ഞ 23-24 കാലഘട്ടത്തിൽ ഏതാണ്ട് 36,000 ചില്ലുവാനം കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് തന്നെ 13,930 കോടിയോളം വരും. അതിൽ ബാങ്ക് ഫ്രോഡുകൾ തന്നെ ഏകദേശം 50% വരും. അത് വരുന്നത് 50% എന്ന് പറയുന്നത് വരുന്നത് UPIയിലും അല്ലെങ്കിൽ ഇ ബാങ്കിങ് അങ്ങനെയുള്ള പലതരത്തിലുള്ള ഫ്രോഡുകളാണ്. നമ്മളിൽ പലരും ചിലപ്പോൾ രക്ഷപ്പെട്ടതോ അല്ലെങ്കിൽ ചിലർ അനുഭവിച്ചതോ ആയ ഓരോ ബുദ്ധിമുട്ടുകളാണത്. ഇത് നമ്മളെ കബളിപ്പിക്കുന്നത് വളരെ മിടുക്കരായി എന്ന് ഇത്തരത്തിലുള്ള കഴിവുകൾ കൂടുതലുള്ളവർ അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന കുറെ അധികം ആൾക്കാരാണ് നമ്മളെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്നത്. ഈ ബാങ്ക് ഫ്രോഡുകൾ തന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ബാങ്ക് ഫ്രോഡുകളെ പറ്റിയാണ്. അതിനകത്ത് നടക്കാവുന്നതും അല്ലെങ്കിൽ നമുക്ക് ചെറുതായ രീതിയിലെങ്കിലും തടയാവുന്നതുമായ രീതികളെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് എന്തുമാത്രം ഫലപ്രദമാകുമെന്നോ അല്ലെങ്കിൽ നമ്മളെ എന്നാലും പലതരത്തിൽ പുതിയ തരത്തിലുള്ള കളിപ്പീരുകൾ വരുമ്പോൾ നമുക്കത് ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ അറിയാത്ത രീതിയിൽ നമ്മളെ കബളിപ്പിച്ചു എന്നും വരാം. ഇതൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ ബാങ്കില് പഴയ കാലത്ത് ഞാൻ ബാങ്കിൽ കയറുന്ന കാലഘട്ടത്തിൽ, അതായത് 70 കാലഘട്ടങ്ങളിൽ അന്നുണ്ടായിരുന്ന ഫ്രോഡുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ വരുന്നത് സ്പീരിയസ് ഗോൾഡ് കൊണ്ടുവരിക, അതിൽ കൂടെ പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതിപ്പോഴും നടക്കുന്നുണ്ടില്ല എന്നല്ല. പിന്നെ ബാങ്ക് പാസ്ബുക്ക് എൻട്രി തെറ്റായിട്ട് അന്ന് കൈകൊണ്ട് എഴുതുന്ന സിസ്റ്റമായിരുന്നു, ലെഡ്ജറും മറ്റുമായിരുന്നു. പാസ്ബുക്ക് എൻട്രിയും മറ്റും ഇല്ലാത്ത തുക എഴുതി കൊടുക്കുക, ആളുകളെ കബളിപ്പിച്ച് ഇവര് പണം അടയ്ക്കുന്ന തുക അടിച്ചു മാറ്റുക, അത് പിന്നീട് കണ്ടുപിടിക്കപ്പെടുക, ജോലിയിൽ നിന്ന് പോവുക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നതൊക്കെ സന്ദർഭങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് അറിയാതെ പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡോർമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകളിലെ പണം പിൻവലിക്കുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു അന്നത്തെ കാലത്തെ സിസ്റ്റം. അന്ന് ഈ ഡിജിറ്റൽ സിസ്റ്റം ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡുകൾ ഉപയോഗിച്ചാണ് അന്ന് നമ്മൾ ആൾക്കാർ പണം വിഡ്രോ ചെയ്തതും എടുത്തിരുന്നതും ഒക്കെ. അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ആളുകളുടെ പണം പോകാനും
അതിൽ പിടിക്കപ്പെടാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നമ്മൾ വളരെ പുരോഗമിച്ച് ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് വന്നു. പ്രത്യേകിച്ചും കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കോവിഡ് വന്നതിന് ശേഷം നമ്മളുടെ ഡിജിറ്റൽ സിസ്റ്റം വളരെ അധികം പുരോഗമിച്ചു. ഈ ഡിജിറ്റൽ സിസ്റ്റത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന പല പാകപ്പിഴകളും അല്ലെങ്കിൽ അത് ചിലയിടത്ത് പ്ലഗ് ചെയ്യാതിരിക്കുന്നതും മറ്റും ഒരു വലിയ അപാകതയായിട്ടാണ് നമുക്ക് പലപ്പോഴും വരുന്നത്. എന്നാൽ തന്നെയും നല്ലൊരു ശതമാനം ആളുകളും അതിൽ നിന്ന് രക്ഷപ്പെടാറുണ്ടെങ്കിൽ കൂടിയും നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഈ കബളിപ്പിക്കൽപ്പെടലിന് ഭാഗമാകാറുണ്ട്. ഇപ്പോ ബാങ്ക് ഫ്രോഡുകളെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ട് നടക്കുന്നത് കാർഡ് വഴി. കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ആകാം, ATM കാർഡ് ആകാം. ഈ ATM കാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഫിഷിംഗ് സ്കാം എന്ന് പറയുന്നതാണ് മെയിനായിട്ട് പറയുന്ന ഒന്ന്. അതിനകത്ത് നമ്മളോട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ കയ്യിലേക്കുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത്, അതായത് നമ്മളുടെ കാർഡിന്റെ പിറകിലുള്ള കാർഡ് വെരിഫിക്കേഷൻ വാല്യൂ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഇൻഫർമേഷൻ നമ്പറോ മിസ്യൂസ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് ഈ ഫിഷിംഗ് സ്കാം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ഒഫീഷ്യലായിട്ട് അല്ലെ എക്സിക്യൂട്ടീവായിട്ട് നമ്മളെ സഹായിക്കുന്നത് പോലെ തന്നെ പല സെൻസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഉപകാരപ്രദമാണ് എന്ന രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ കബളിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളുടെ ATM കാർഡ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഒരു ATM കയറുമ്പോൾ നമ്മളോടൊപ്പം തന്നെ ഒരു ഷോൾഡർ നമ്മളോട് തോടുമുട്ടി തന്നെ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്, അത് സഹായിക്കാൻ കുഴപ്പമില്ല, ഞാൻ സഹായിക്കാം, നമ്മളോട് ആ മുറിയിൽ തന്നെ ഇരിക്കുന്ന ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രായമായവർക്ക്, അതായത് നമ്മളിപ്പോൾ ഉള്ളവരെ പെടാനുള്ള ഒരു ചാൻസ് ഉള്ളതാണ്. അയാൾ സഹായിക്കുന്നത് ഏത് തരത്തിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ആ സഹായം നമുക്ക് ഒരു വിനയായിട്ട് പിന്നീട് വരാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ തന്നെ ആവശ്യമാണ്. പല കാര്യങ്ങളിലും നമ്മളുടെ അശ്രദ്ധയാണ് അല്ലെങ്കിൽ നമ്മളുടെ കഴിവില്ലായ്മയാണ്, അല്ലെങ്കിൽ നമുക്ക് കഴിവുണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ കഴിവില്ലായ്മയാക്കി അവർ ചൂഷണം ചെയ്യുന്നതാണ് നമ്മൾക്ക് ബന്ധപ്പെടുന്ന കാര്യം. ഇപ്പൊ അതിനകത്ത് ATM കാർഡ് സ്കിമ്മിങ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതിനകത്ത് ATMന്റെ കീബോർഡിൽ തന്നെ അവര് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ മറ്റു ഉപകരണങ്ങൾ നമ്മൾ അറിയാതെ അറ്റാച്ച് ചെയ്ത് വെച്ച്, എന്നാൽ ബാങ്കുകാർ അറിഞ്ഞിട്ടല്ല, പക്ഷെ അല്ലാതെ തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപകരണങ്ങൾ വഴി നമ്മളുടെ ATMന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കാർഡ് ക്ലോൺ ചെയ്യുന്നു. ക്ലോൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ കാർഡ് ഉണ്ടാക്കി നമ്മുടെ പിൻ ഉൾപ്പെടെ അവർക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നു. അതിനൊക്കെ ഈ നമ്മളെ സഹായിക്കുന്ന ആളുടെ ഷോൾഡർ സർഫേ എന്നതാണ് പറയുക. നമ്മളുടെ പിൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ POS മെഷീനിൽ കൂടി പണം അയക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പിൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ കബളിപ്പിച്ചിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്ന ഈ രീതി വളരെ കോമൺ ആണ്. ATM കാർഡിന്റെ പിൻ അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന ATM പിൻ ഇവ മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ കൂടിയും അവര് നമ്മളെ കബളിപ്പിക്കുന്നുണ്ട്. ബാങ്കുകാർ ഒരിക്കലും നമ്മളോട് പിൻ ആവശ്യപ്പെടാറില്ല എന്ന് ബാങ്ക് പറയുന്നുണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില സമയത്ത് പെട്ടുപോകാറുണ്ട്. ഇപ്പൊ എന്റെ നെവ്യൂവിന്റെ കാര്യത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന് പോലെ SBIയിൽ നിന്നും എന്തോ ഒരു കാര്യത്തിലാണെന്ന് പറഞ്ഞ് ATM പറഞ്ഞ് പുള്ളിക്കാരന്റെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പണം അങ്ങനെ പോയി. ഇത് എന്റെ അറിവിലുള്ളവർ മാത്രമല്ല പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത സെൻസിറ്റീവ് ഇത് ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിയുന്നിടത്തോളം പറയാതിരിക്കുക. നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും മറ്റും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത സമയത്ത് അത് മിസ്യൂസ് ചെയ്യപ്പെടാം. കാരണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് മറ്റൊരാൾ അറിയുകയും ബാങ്കിലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് പറയുകയും ചെയ്ത് കഴിയുമ്പം അവർക്കൊരു ഓപ്പണിംഗ് ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ അറിയാതെ സോഷ്യൽ മീഡിയയിൽ കൂടിയും നമ്മൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. അതിനൊരു വേറൊരു കാര്യം പറഞ്ഞാൽ QR കോഡ്. നമ്മൾ കടകളിൽ ചെല്ലുമ്പോൾ QR കോഡ് കാണാറുണ്ട്. ഈ QR കോഡ് എന്ന് പറയുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബോർഡാണ്. മുമ്പൊന്നും അതിനൊരു സൗണ്ട് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പണം അടച്ചാൽ അവർ ശ്രദ്ധിക്കണമെന്നില്ല, അവരറിയുന്നില്ല അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ നമ്മളുടെ ബാങ്കിൽ നമ്മുടെ ഫോണിലുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ QR കോഡ് എന്ന് പറയുന്നത് ചില ബിരുദന്മാര് ഈ QR കോഡ് അവരുടെ സ്വന്തം QR കോഡ് അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് സാവകാശം നമ്മൾ കടയിൽ നിൽക്കുമ്പോൾ തന്നെ അവർ മാറ്റുന്നുണ്ടാവും. കടക്കാരൻ അറിയുന്നുണ്ടാവില്ല, അവരുടെ അറിവിൽ പെടാതെ തന്നെ ഇത് മാറ്റിയിട്ട് ആ QR കോഡ് വെച്ചിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും അയക്കുന്ന കടയിലെ സാധനങ്ങൾ മേടിച്ച തുക അയക്കുമ്പോൾ അത്
അവരുടെ അക്കൗണ്ടിലേക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. നമുക്ക് എല്ലാവർക്കും ഓരോ QR കോഡ് നമ്മുടെ ബാങ്കിൽ നിന്നും ഉണ്ട്. ആ QR കോഡ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറുന്ന രീതി പലയിടങ്ങളിലും കാണാറുണ്ട്. പിന്നെ വേറൊന്നുള്ളത് നമ്മളുടെ കാർഡുകൾ നമ്മള് പിൻ ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ പിന്നുകൾ ഉപയോഗിക്കാതെ തന്നെ എടുക്കാവുന്ന രീതി ഉണ്ട്. അതിന് ടാപ്പ് സിസ്റ്റം എന്നാണ് പറയുക. നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ആ കാർഡ് POS മെഷീന്റെ മുമ്പിൽ അതായത് നമ്മളെ ഇതിന്റെ മെഷീന്റെ മുമ്പിൽ നമ്മൾ കാണിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ തുക 5000-ൽ താഴെയാണെങ്കിൽ ഓരോ ബാങ്കുകൾക്ക് ഓരോന്ന് ഫിക്സ് ചെയ്ത് 5000-ൽ താഴെ ഓട്ടോമാറ്റിക്കലി പിന്നെ ഉപയോഗിക്കാതെ തന്നെ അത് വിഡ്രോ ചെയ്തു പോകും. ഇങ്ങനെയുള്ള ടാപ്പ് സിസ്റ്റം ഉള്ള കാർഡുകളിൽ അത് നമ്മളുടെ അനുവാദത്തോടു കൂടിയാണ് ബാങ്കുകൾ അത് നമുക്ക് തരുന്നത്. എന്നാൽ തന്നെയും ഈ ടാപ്പ് സിസ്റ്റം ഉള്ള കാർഡുകളിൽ നമ്മൾ അറിയാതെ നമ്മളുടെ പേഴ്സിൽ നിന്ന് പോലും ഒരാൾക്ക് നമ്മളുടെ പേഴ്സണൽ പോക്കറ്റ് ബാങ്കിന്റെ പാന്റിന്റെ പോക്കറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ഈ മെഷീൻ ഉപയോഗിച്ച് ആ മെഷീൻ ഉപയോഗിച്ച് തന്നെ അവർക്ക് അത് പണം വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതിന് ചില പേഴ്സുകളുണ്ട്, അത് ബ്ലോക്ക് ചെയ്യുന്ന ചില പേഴ്സുകളുണ്ട്. എന്നാൽ തന്നെയും അതിന് ഒരു വഴിയുണ്ട്. അതിനൊരു മാക്സിമം ലിമിറ്റ് വെച്ചിരിക്കുന്നത് ഒരു ദിവസം ഇത്ര രൂപ, 5000 രൂപ, അതിനകത്ത് സർട്ടൺ ലിമിറ്റ് ഉണ്ട്, 10000 രൂപ. അങ്ങനെ പല ബാങ്കുകളും പല ലിമിറ്റുകളുണ്ട്. എന്നാൽ തന്നെയും ആ തുക ആളുകൾക്ക് മാറ്റാൻ, അത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ അവരുടെ ലിമിറ്റ് അനുസരിച്ചുള്ള തുകകൾ മാറ്റാൻ സാധിക്കും. അപ്പൊ അതാണ് വേറൊരു രീതിയിലുള്ള ഇത്. അതപ്പോ നമ്മളുടെ കാർഡ് അടിച്ചു മാറ്റി ആരെങ്കിലും കൊണ്ടുപോയതിനു ശേഷമോ അതല്ല നമ്മളുടെ കയ്യിലിരിക്കുന്ന കാർഡിൽ കൂടി തന്നെയോ ഇത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മളുടെ കാർഡിൽ നിന്ന് പണം പോകുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മളുടെ ബാങ്കിനെ അറിയിക്കുക. നമ്മളുടെ ബാങ്കിനെ അറിയിക്കേണ്ടത് ബാങ്കിന്റെ കാർഡിന്റെ പുറകിൽ തന്നെയുള്ള നമ്പർ ഉപയോഗിക്കുക. അവിടെ നമ്മള് സൈറ്റിൽ കയറി കിട്ടുന്ന നമ്പറുകൾ നമ്മളെ മറ്റു രീതിയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ചില നമ്പറുകൾ ഇത്തരത്തിലുള്ളത് നമ്മൾ അറിയാത്ത രീതിയിൽ അവരത് ആ നമ്പർ തന്നിട്ട് ആ നമ്പറിൽ കൂടെ തന്നെ പോയി നമ്മൾക്ക് ബാങ്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലോ അല്ലെങ്കിൽ ബാങ്കിന്റെ ഇൻഫർമേഷൻ വേണ്ടി നമ്മൾ ആ നമ്പറിലേക്ക് കയറുമ്പോൾ തെറ്റായ വിവരങ്ങൾ തരികയോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഈ കാർഡിന്റെ പുറകിലുള്ള നമ്മൾ ഈ നമ്പർ ഉപയോഗിക്കാതിരുന്നാൽ വരുന്നത്. അത് കുറച്ച് ബെനിഫിറ്റ് ആണെങ്കിലും നമ്മൾ അത് ഉടനെ തന്നെ കാർഡുകൾ ബ്ലോക്ക് ചെയ്യണം. നമ്മളുടെ KYC ഡീറ്റെയിൽസ് അറിഞ്ഞാൽ അവർക്ക് മറ്റു രീതിയിൽ അക്കൗണ്ട് തുടങ്ങാനോ ലോൺ എടുക്കാനോ ഒക്കെ അത് ഉപകാരപ്രദമാകും. നമ്മൾ ആധാർ ആണെങ്കിലും ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ നമ്പർ കൊടുത്ത് അതിൽ നിന്നും ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആധാറിൽ അറിയാൻ സാധിക്കും. അപ്പൊ അതിൽ കൂടെ അവർക്ക് മിസ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ആധാർ കൊടുക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ ചെക്കുകൾ, ഇപ്പൊ പഴയ പോലെ ആളുകൾ ചെക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ചെക്കുകള് കള്ള ഒപ്പിട്ടെടുക്കുന്ന രീതി, ഇതൊക്കെ നമ്മളുടെ വളരെ നിരന്തരം നടക്കുന്ന പല തരത്തിലുള്ള ഫ്രോഡുകളാണ്. ഇപ്പോ വേറൊന്നുള്ളത് ഫേക്ക് ആപ്പുകൾ വഴിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഹൈ റിട്ടേൺ, നല്ല റിട്ടേൺ തരും, ഇന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഫ്രോഡുകൾ നമുക്ക് വരാറുണ്ട്. പലപ്പോഴും SMS വരുന്നു. ഈ SMS എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? ഞാൻ ഇത് ഇങ്ങനെ നിങ്ങളുടെ ഈ ആപ്പ് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇത്ര റുപ്യയുടെ SBI യുനോയിൽ നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് ഉണ്ട്, അതെടുക്കാനായി ഈ ലിങ്കിൽ കയറുക എന്ന് പറയുമ്പോൾ ആ ലിങ്കിൽ നമ്മൾ കയറുമ്പോൾ നമ്മളെ തെറ്റായ രീതിയിലുള്ള ഒരു ലിങ്കിലാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മളുടെ പണം എടുക്കപ്പെടുകയും ചെയ്യുന്നു. ബാങ്കിന്റെ ഇൻഫർമേഷൻസ് ഒരിക്കലും 10 ഡിജിറ്റുള്ള മൊബൈൽ നമ്പറിൽ നിന്ന് വരാറില്ല. അതിനു മുമ്പ് പ്രിഫിക്സ് ചെയ്ത 2 ആൽഫബറ്റ്സ് ഉണ്ടാവും. അവരിൽ കൂടെ സാധാരണ കണക്കിന് നമ്മൾക്ക് വരാറുള്ളൂ. ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് നമ്മുടെ കോളിൽ കൂടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ട് പണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഈ ലിങ്ക് ഉപയോഗിക്കണമെന്നോ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കറക്റ്റ്നെസ് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റൻസ്, കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബിഷപ്പ് ഇതുപോലെ 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് പോയത് ഇന്നത്തെ ന്യൂസിലുള്ളതാണ്. 15 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും അടിച്ചു മാറ്റിയതായിട്ട് കണ്ടു. അത് എങ്ങനെയാണ്? അത് കസ്റ്റംസും അല്ലെങ്കിൽ ഈ സൈബർ പോലീസും അതുപോലെ തന്നെ അവരുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങേര് ഏതോ ബാങ്കില്, ബോംബെയിൽ ഒരു ബാങ്കിൽ നിന്ന് പണം ഇത് ചെയ്തെന്നും അത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അങ്ങേരെ വരുത്തി അത് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അങ്ങേര് അത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അങ്ങേര് ഗോട്ട് കൺഫ്യൂസ്ഡ്. അപ്പോൾ അങ്ങേര് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്നും പണം അയച്ചിട്ട് പിന്നീടാണ് സംശയം തോന്നുന്നത് അത് CBI ആണ് അറിയിക്കുന്നതെന്നും അല്ലെങ്കിൽ സൈബർ പോലീസ് അറിയിക്കുന്നതെന്നും പറഞ്ഞ് അങ്ങേരെ
കബളിപ്പിച്ചു. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾക്ക് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഇങ്ങനെ വെർച്വൽ അറസ്റ്റിലാണ് നിങ്ങളെ ഇത് ചെയ്യാണ്, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള ഡീറ്റെയിൽസ് തരണം, നിങ്ങൾ ഇന്ന എത്ര എമൗണ്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം, പെനാൽറ്റി ഇത്രയുമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് സൈബർ പോലീസ് തന്നെ ഇട്ടിരുന്നതാണ്. നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ 1930 വിളിച്ചിട്ട് നമ്മൾക്ക് പറ്റിയിരിക്കുന്ന ഈ ബുദ്ധിമുട്ട് നമ്മൾ അവരെ അറിയിക്കണം. അതായത് അവരെ അറിയിച്ചാൽ, ബാങ്കുകാരെയും അതോടൊപ്പം തന്നെ അറിയിച്ചാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പ്ലഗ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണ്. ക്രെഡിറ്റ് കാർഡ് ഞാൻ വിദേശത്ത് പോകുമ്പോൾ ഒരു എയർപോർട്ടിൽ വെച്ച് ഉപയോഗിച്ചതായിരിക്കണം. ഒരു മാസം എൻ്റെ വന്ന എൻ്റെ സ്റ്റേറ്റ്മെന്റിൽ അവരത് എനിക്കൊരു 2 വിഡ്രോവല് കാണിച്ചു വന്നു. അതായത് ഒന്ന്, അപ്പൊ ഇതിനകത്ത് വിദേശത്ത് വെച്ച് ഉപയോഗിക്കുന്നതിനകത്ത് SMS വരുന്നില്ല. അത് നമുക്ക് നേരെ വരുന്നത് മെസ്സേജ് ആയിട്ടായി, അത് നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിനകത്തായിരിക്കും വരുന്നത്, സ്റ്റേറ്റ്മെന്റിനകത്തായിരിക്കും വരുന്നത്. എനിക്ക് വന്നത് 25,000 ചില്ലാനം രൂപയും പിന്നീട് ഒരു 10,000 രൂപയും 2 ദിവസങ്ങളിലായിട്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓസ്ട്രേലിയയിൽ ആരോ ഒരാളെ വിഡ്രോ ചെയ്തതായിട്ട് വന്നു. ഉടനെ തന്നെ ഞാൻ എൻ്റെ ബാങ്കിനെ അറിയിച്ചു. അത് എൻ്റെതല്ല, ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അറിയിക്കുകയും ബാങ്ക് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പണം തിരിച്ചു തന്നു. എൻ്റെത് ഇങ്ങനെ ഉപയോഗിക്കപ്പെടാനുണ്ടായ കാരണം, വിദേശങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഈ SMS വന്നിട്ട് ആ OTP രേഖപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മൾ അവിടെ ചെന്ന് കാർഡ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ OTP ഒന്നും വേണ്ട, നമ്മളെ അവരത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പണം എടുക്കാൻ സാധിക്കും. നമ്മളെ പോലെ SMS വരുന്ന ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതാരോ ക്ലോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മാറ്റിയിട്ടോ ചെയ്ത ഒരു സിസ്റ്റമാണ്. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്, ഓസ്ട്രേലിയയിലെ ഏതോ ഒരാൾ അയാളുടെ പേയ്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഈ നമ്പർ ഉപയോഗിച്ച്, അത് പിന്നെ അയാൾ ഓതറൈസേഷൻ പോലെ തന്നെ കൊടുത്തിരിക്കുകയാണ്. എല്ലാ മാസവും ഇത്ര തുക വെച്ച് അതിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞിട്ട് ഓതറൈസേഷൻ കൂടെ കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. ഇത് ബാങ്കുകാർ സമയത്ത് തന്നെ ഞാൻ അറിയിക്കാൻ, സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ബില്ല് വന്നപ്പോഴാണ് ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത്. കാരണം എൻ്റെതല്ലാത്തതായിട്ട് എനിക്ക് തോന്നി, വലിയൊരു എമൗണ്ട് വന്നപ്പോഴാണ് അത് എടുത്തത്. അത് തിരികെ കിട്ടി. ഞാൻ പറയുന്നത്, ചിലത് തിരികെ കിട്ടാറുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട്. ക്രിട്ടിക്കൽ അവേഴ്സിൽ തന്നെ നമ്മൾ ഇത് അവരെ അറിയിച്ചാൽ, നമ്മളുടെ ബാങ്കിനെ അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യുകയും നമ്മൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ സൈബർ സെല്ലുകളിലേക്ക് വിളിച്ചു പറയുകയും ചെയ്താൽ, ഒരു പക്ഷേ ഈ നഷ്ടപ്പെട്ട പണത്തിന് ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിക്കാനോ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് തിരിച്ചു കിട്ടാനോ നമ്മൾക്ക് സഹായകരമാകും. പിന്നെ പലപ്പോഴും നടക്കുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫ്രോഡുകളാണ്. അത് മൊബൈലിലുള്ളത്. നമ്മൾ മൊബൈൽ വളരെയധികം ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന ഇൻക്വിസിറ്റീവ്നെസ്സിലും മറ്റും വരുന്ന ചില അപകടങ്ങളും കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ അപകടം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും മറ്റും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഹൈ റിട്ടേൺ വരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിൽ കയറി ലൈക്ക് ഇട്ടാൽ മതി, നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ചില പ്രോഡക്ട്സ് ഞങ്ങളുടെ ഉണ്ട് ആൾക്കാരുടെ, അതെല്ലാം ലൈക്ക് കണ്ടാൽ മതി, ഇത്രയും ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര റുപ്യ വന്നിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തരൂ, ഞങ്ങൾ അതിനകത്ത് ഇനി ബാക്കി ചെയ്യട്ടെ എന്ന് പറഞ്ഞു വരുമ്പോൾ അതിൽ കയറി വീഴാതിരിക്കുക. കാരണം അങ്ങനെ വീഴുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നത്, നമ്മളുടെ അക്കൗണ്ട്, നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ, നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം ചിലപ്പോൾ പോയിരിക്കും. നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിന് RBI ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടില്ല. നമ്മൾക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും തുടങ്ങാൻ സാധിക്കും. ഇനി അത്തരത്തിൽ സംശയം തോന്നുന്നതിന് വേണ്ടി തീരെ ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ അവർക്ക് നമ്പർ കൊടുത്താൽ നമുക്ക് നഷ്ടപ്പെടാതെയെങ്കിലും ഇരിക്കും. നമ്മളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നഷ്ടപ്പെടാതെയെങ്കിലും ഇരിക്കും. പിന്നെ ബാങ്ക് റെപ്രസെന്റേറ്റീവായിട്ട് വിളിച്ചിട്ട് സംസാരിക്കുക. നമ്മളുടെ വിവരങ്ങൾ ശ്രദ്ധിക്കുന്നത് സെൻസിറ്റീവ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് പാർട്ട് ടൈം ജോലി. നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയുണ്ട്, നിങ്ങൾ ആ പാർട്ട് ടൈം ജോലി അത് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇതാണ് അതിന്റെ പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കുറച്ച് തുക എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസും മറ്റും അയച്ചു തരും. നിങ്ങൾ ആ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ മണിക്കൂറിന് ഇത്ര $, വെച്ച് ഇത്ര റുപ്യ വെച്ച് കിട്ടുമെന്നൊക്കെ എഴുതി വിടുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന തുക അയച്ചു കൊടുക്കുന്നു, നമ്മളെ പോലെ പലരും അയക്കുന്നു, ആ തുകയെല്ലാം അടിച്ചു മാറ്റി അവരവിടെ നിന്നും മാറുന്നു. നമ്മൾ അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നമ്മളെ ആക്കുന്നു. നമ്മളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുപോയി അവരതിൽ നിന്നും പണം മാറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ അയച്ചു കൊടുക്കുന്നു അവർക്ക്. മറ്റൊന്നുള്ളത് കൊറിയർ സ്കാം. കൊറിയർ വന്ന് കിടക്കുന്നു, നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് കറക്റ്റ് ഇല്ല, നിങ്ങൾ താഴത്തെ ലിങ്കിൽ കയറി നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ് അയച്ച്
നിങ്ങൾ അത് കൊടുക്കണം. അത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് കൊറിയർ കിട്ടുകയുള്ളൂ. 48 മണിക്കൂറിനകം നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ 24 അത് കിട്ടി ഇത് 48 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊറിയർ വന്ന സാധനം കിട്ടാതെ പോകുമെന്നും, അതല്ല നിങ്ങൾ ഇത് തന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം സാധനം കിട്ടും എന്നുമൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകളാണ് വരുന്നത്. പിന്നെ വേറൊരു മെസ്സേജ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൽ നിങ്ങൾക്ക് ഇത്ര റുപ്യ അധികപ്പറ്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കൂടുതൽ അടച്ചിട്ടുണ്ട്, നിങ്ങളെ TDS പിടിച്ചതിലോ അല്ലെ ഏത് രീതിയിൽ അടച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആ പണം കിട്ടാൻ വേണ്ടി ഈ ലിങ്കിൽ കയറി നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്കിൽ നിന്നും പണം കിട്ടുന്നതാണ്. ഇതെല്ലാം നമ്മൾക്ക് പല തരത്തിലുള്ള ഫ്രോഡുകളാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ ഗൂഗിൾ പേ എന്ന് പറയുന്നതിനകത്ത് ബാങ്ക് ഒരു കാരണവശാലും അവരത് പണം തരാനായിട്ട് ബാധ്യസ്ഥരല്ല. ബാങ്കിന്റെ ആപ്പ് എപ്പോഴും ഉപയോഗിക്കുക. ബാങ്കിന്റെ ആപ്പ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ നന്നായിട്ട് ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ ആയിരിക്കും ആ ആപ്പുകൾ. ആ ആപ്പിൽ കൂടി മാത്രം കഴിയുന്നിടത്തോളം ട്രാൻസാക്ഷൻസ് ചെയ്യുക. ഗൂഗിൾ പേയിൽ അതിൻ്റെതായ പരിമിതികളുണ്ട്. ഗൂഗിൾ പേ ഒട്ടും തന്നെ സേഫ് ആണെന്ന് പറയില്ല, പക്ഷെ അത്യാവശ്യ സന്ദർഭങ്ങൾ നമ്മൾ പലരും ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് എപ്പോഴും നമുക്കിത് തടയാനായി എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കോളറുടെ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ നോക്കുക. ഇനി കോളർ ID ഉണ്ടെങ്കിൽ അത് കൂടെ അയാളുടെ പേരും അയാൾ എവിടെയാണെന്നും ഒക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനകത്ത് ചിലപ്പം കോളർ ID എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ടൈം ബൈ ചെയ്തിട്ട് ഏത് കാര്യങ്ങളും ചെയ്യാവൂ. പിന്നെ നമ്മൾ ഒരിക്കലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആളുകൾക്ക് കൊടുക്കരുത്. പിന്നെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത നമ്പറുകൾ വേണ്ടാതിരിക്കണമെങ്കിൽ DND, അതായത് ഡോണ്ട് ഡിസ്റ്റർബ് എന്നുള്ള രീതിയിലുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാതെ നമ്മളുടെ ഡീറ്റെയിൽസ് ആർക്കും നമ്മളെ വിളിച്ചോ നമ്മളെ കബളിപ്പിക്കാനോ ആളുകൾക്ക് സാധിക്കില്ല. കഴിയുന്നിടത്തോളം. എന്നാലും വരുന്നുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കൂടാതെ നമ്മുടെ പാസ്വേഡ് സ്ട്രോങ് ആക്കുക. പാസ്വേഡ് സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ആൽഫ ന്യൂമറിക്ക് പാസ്വേഡ് ആക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാസ്വേഡ് മാറ്റുക. ഈ പാസ്വേഡ് മാറ്റുമ്പോൾ അത് നമ്മൾക്ക് കുറെ കൂടെ സേഫ്റ്റിയിലേക്ക് പോകുന്നു. പിന്നെ വേറെ ഒന്നും ചെയ്യാവുന്ന, നമ്മളുടെ അക്കൗണ്ടിൽ റെഗുലർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള വിഡ്രോവൽ അതിനകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതുപോലെ 2 ഫാക്ടർ ഒതന്റിക്കേഷൻ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ, 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒതന്റിക്കേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും കൺഫൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഒതന്റിക്കേഷൻ കൂടെ വന്നതിന് ശേഷം നടത്തുന്ന 2 ഫാക്ടർ ഒതന്റിക്കേഷൻ നടത്തുക. അല്ലെങ്കിൽ ബയോമെട്രിക് ഫേസ് ഐഡന്റിറ്റി, അതല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്, ഇങ്ങനെയുള്ളത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ തടയാൻ പറ്റും. കാലം മാറുന്നതനുസരിച്ച് പലപ്പോഴും നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ പെടാറുണ്ട് എന്നുള്ളൊരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഇത്തരത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ ശ്രദ്ധയാണ് ആവശ്യം. നമ്മൾ ആന്റിവൈറസ് ആപ്ലിക്കേഷൻസ് എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്തു വെച്ചാൽ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഒരു പരിധി വരെ. പിന്നെ ഏത് ഫ്രോഡ് കണ്ടുപിടിച്ചാലും ബാങ്കിലെ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്യണം. ബാങ്കിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് അതിന്റെ പ്രിക്കോഷൻ എടുക്കാനും അത് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാനും അക്കൗണ്ട് തൽക്കാലത്തേക്ക് ബ്ലോക്ക് ചെയ്യാനും സാധിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുന്നത്. ഈ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നിടത്തോളം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ പബ്ലിക് വൈഫൈയിൽ കൂടി നടത്താതിരിക്കുന്നത് എപ്പോഴും സേഫാണ്. നിവൃത്തിയില്ലെങ്കിൽ നടത്തുക, അത് നിവൃത്തിയില്ലാത്ത കേസാണ്. പക്ഷെ പബ്ലിക് വൈഫൈ ഉപയോഗിക്കുമ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയാൽ മറ്റുള്ളവർക്കും ഇത് നമ്മളുടെ കയ്യിൽ നിന്ന് ചോർത്താൻ സാധിക്കും എന്നാണ് ഉള്ളത്. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ നമ്മൾക്ക് മിസ്റ്റേക്ക് പറ്റി, നമ്മൾ അപകടത്തിൽപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ തന്നെ സൈബർ ക്രൈമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത് ഓൺലൈൻ കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ കൂടി റിപ്പോർട്ട് ചെയ്യുക. ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ 1930 വിളിച്ച് പറയാം, അല്ലെങ്കിൽ 0120288744. ഹെൽപ്പ് ലൈൻ നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 1930 വിളിച്ചാൽ സൈബർ ക്രൈമിനെ നമ്മൾക്ക് വേണ്ടി അറിയിക്കാൻ പറ്റും. കൂടാതെ അല്ലെങ്കിൽ 0120288744, 3 4.
ഇത് നമ്മൾ അറിയിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ക്രൈം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് അതുകൂടാതെ reporting@rbi.org.in എന്നുള്ളതിലും നമുക്ക് അറിയിക്കാൻ പറ്റുന്നു. ഇവിടെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇമെയിലിൽ കൂടെ report@cyber.gov.in ഇതിലും അയക്കാൻ പറ്റും. കൂടാതെ എല്ലാ സ്റ്റേറ്റിലും സൈബർ സെല്ലുണ്ട്. സൈബർ സെല്ലിൽ കൂടി നമ്മൾ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ നമ്മൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ രേഖകളും അതിനോടൊപ്പം സമർപ്പിക്കണം. അതെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, എന്താണ് നടന്ന ഇൻസിഡന്റ്, ആ ഇൻസിഡന്റ് പ്രോപ്പറായിട്ട് നറേറ്റ് ചെയ്യുക. എന്നാണ് നടന്നത്, എപ്പോഴാണ് നടന്നത്, നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, ഫ്രോഡുലന്റ് ആയിട്ട് നടന്ന ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ്, അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ളതും അവർക്ക് ആവശ്യമുണ്ടാകുന്നതുമായുള്ള വിവരണങ്ങൾ നമ്മൾ കൊടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ നമ്മൾക്ക് ഇതൊക്കെ തിരിച്ച് കൊടുത്ത് അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ട പണം തിരികെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവേഴ്സ് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിയിച്ചിരിക്കണം. നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമ്മളുടെ പാർട്ടിൽ നിന്നും, കബളിപ്പിക്കപ്പെട്ട ആളിന്റെ പാർട്ടിൽ നിന്നും ഉണ്ടാകുന്ന ഏറ്റവും മുന്നൊരുക്കമാണ് എപ്പോഴും ആവശ്യം. മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ഇത് കബളിപ്പിക്കപ്പെടാതിരിക്കാൻ. പക്ഷെ ഇന്നത്തെ കാലത്ത് കബളിപ്പിക്കപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കൂട്ടിയാൽ മതി. നമ്മൾ ഏത് തരത്തിലും, നമ്മളൊരു സാധനം മേടിക്കാൻ പോയാൽ പോലും നമുക്ക് മോശമായ സാധനങ്ങൾ തന്നെ കബളിപ്പിക്കപ്പെടാറുണ്ട്. ഫിനാൻഷ്യൽ മാറ്റേഴ്സിലാകുമ്പോൾ നമ്മൾ വേറെ രീതിയിൽ കബളിപ്പിക്കും. എല്ലാ തരത്തിലും കബളിപ്പിക്കപ്പെടുന്ന രീതിയിൽ, അതായത് ഈസി മണി ഉള്ള ഒരു കാലമാണ് ആളുകളെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ എല്ലാവരും ആണെന്ന് പറയുന്നില്ലെങ്കിൽ കൂടിയും ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് ആൾക്കാര് ഇതിനകത്ത് ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ ഇത് മാത്രമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെ സംബന്ധിച്ചിട്ട് അവർക്ക് നമ്മളെ, അല്ലെങ്കിൽ ഒരു 10 പേരിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 ആയിരിക്കും ഇതുപോലത്തെ അതിൽ പെടുന്നത്. അവർക്കത് മതി, ഈസി മണിയല്ലേ, അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏത് തരത്തിലാണെങ്കിലും നമ്മളെ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ബാങ്കിന്റെ ആപ്പാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഏത് സ്ഥലത്ത് വെച്ച് നമ്മളുടെ ഓപ്പൺ ചെയ്യുന്ന നമ്മളുടെ സ്മാർട്ട് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ അത് പബ്ലിക് ഡൊമെയിൻ ഉള്ളത് വെച്ചാണോ ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കുക. അതിൽ നിന്നും നമ്മൾ നേരെ നമ്മളുടേതായ ഫോണിൽ ഉപയോഗിച്ച ഡേറ്റ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും നല്ലത്. അതുപോലെ നമ്മളെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം വേണ്ട രീതിയിലുള്ള ഇൻഫർമേഷൻ വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിച്ച് നമ്മൾ പണം തിരികെ കിട്ടാനുള്ള മാർഗം ശ്രമിക്കണം. അതായത് പനി വന്ന് ചികിത്സിക്കുന്നതിലും നല്ലത് പനി വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഫ്രോഡിനെ പറ്റിയുള്ളത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെന്റുകളെ പറ്റി പറയാം. ഏതാണ് വേണ്ടതെന്ന് നമ്മുടെ വരദ മാഡം പറഞ്ഞാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. നമുക്ക് ഡൗട്ട് എന്തെങ്കിലും, നമുക്ക് അടുത്ത സെഷന് പോകുന്നതിന് മുന്നേ ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് 6 മണിക്കൂറും കൂടിയാണ് സെഷൻ ഉള്ളത്. അപ്പൊ ആർക്കെങ്കിലും ഡൗട്ട്, ഫ്രോഡുലൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് ഡൗട്ട് ഇല്ല സാർ. കാര്യം പറഞ്ഞത് വ്യക്തമാണ്, വളരെ വ്യക്തമാണ് പറഞ്ഞത്. ഈ ATM കാർഡിൽ അവിടെ മെഷീനിൽ എന്തെങ്കിലും ഫ്രോഡ് പണി ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാനുള്ള വല്ല വഴിയുണ്ടോ? നമ്മൾ പെട്ടെന്നല്ല ഉപയോഗിക്കാവൂ. ATM ഒക്കെ ഉപയോഗിക്കുന്നത് പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് കയറി ഉപയോഗിക്കുന്നല്ലേ. അപ്പൊ അതിൽ മെഷീനിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയാനുള്ള നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾക്ക് ആ കാര്യത്തിൽ നമുക്കൊരു പരിധിവരെ നമ്മളുടെ കഴിവുകള് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. അതിനു വേണ്ടിയിട്ടാണ് ബാങ്കുകൾ, അതായത് സ്റ്റേറ്റ് ബാങ്ക് പോലുള്ളവർ 2 ഡിജിറ്റ് ഉപയോഗിക്കണമെന്ന് ആദ്യം പറയുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നത്. എന്നാൽ തന്നെയും പണം വരുന്നത് തടസ്സപ്പെടുത്തി വെക്കാനും, നമ്മൾ കുറഞ്ഞ നേരം പ്രസ് ചെയ്തിട്ട് പണം വരാതെ എഴുതാൻ പോയി കഴിഞ്ഞിട്ട് അതിനെ ഒരുക്കിയ ആൾക്കാരും തടസ്സപ്പെടുത്തിയിരുന്ന പണം എടുക്കാനും മറ്റും അവർക്ക് സാധിക്കുന്ന രീതിയിൽ ATM-നുണ്ടാകും. അതിനകത്ത് നമുക്ക് ATM-ന് അവിടെ CCTV ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ആളുകള് എങ്ങനെയാ കയറുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. മുഖം കാണിക്കണമെന്നില്ലല്ലോ. ഇപ്പോഴത്തെ നമ്മളുടെ ഹെൽമെറ്റ് തൊട്ട് ഏത് സാധനങ്ങളാണെങ്കിലും
എല്ലായിടത്തും സെക്യൂരിറ്റി ഇല്ലല്ലോ. ഹെൽമെറ്റ് വെച്ച് കയറി അകത്ത് കയറി പണം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ATM-നകത്ത് ക്ലൗണിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കാർഡിൽ നടക്കുന്ന ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടിയിട്ട് നമ്മളിൽ നിന്ന് പണം എടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ QR കോഡ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ QR കോഡിനകത്തുള്ള കബളിപ്പിക്കൽ കുറഞ്ഞിട്ടുണ്ട്. കാരണം QR കോഡ് വഴി കടകളിൽ പോയി പണം അടയ്ക്കുമ്പോൾ ആ പണം വേറൊരുത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകും. അവർ വൈകുന്നേരം നോക്കുമ്പോൾ ഇതൊന്നും വന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഇപ്പം പക്ഷേ QR കോഡിന്റെ നമ്മൾ പേയ്മെന്റ് അടയ്ക്കുമ്പോൾ തന്നെ അത് സൗണ്ട് സിസ്റ്റത്തിൽ കൂടെ അവർക്ക് കേൾക്കാൻ പറ്റും. അവർ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും അവർക്ക് അതുകൊണ്ട് അത് പ്ലഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ പണങ്ങൾ ഇതുപോലുള്ള കടക്കാർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഏതോ ഒരു സംഗതി ഉപയോഗിക്കുമ്പോഴും നമ്മളുടേതായ രീതിയിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. എത്ര തിരക്കുണ്ടെങ്കിലും പണമിടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ATM-ൽ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള ഒരു ഇഷ്യൂ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഒരു കാര്യമല്ല. കാരണം അതിപ്പോ നമ്മളുടെ കയ്യിലല്ല. ഇതിനകത്ത് ഒരാൾ മാനിപ്പുലേഷൻസ് നടത്തി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് തോളോട് തോൾ ഒരുമി നിന്ന് നമ്മളെ സഹായിക്കാൻ വന്നാൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ പെട്ടുപോകും. ചില സമയത്ത് നമ്മൾക്ക് അത് 2-3 പ്രാവശ്യം കുത്തിയിട്ട് പണം വന്നില്ല, അയ്യോ ഞാൻ നോക്കാം, ഞാൻ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് ചെയ്യാനുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ശരിയായ ജെനുവിനായിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ അല്ലാത്തവരായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഓക്കെ, സുധാരൻ സാറിന്റെ ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. വേറെ ആർക്കും എന്തെങ്കിലും ഓക്കെ, വേറെ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു. സാർ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുറിച്ച് വെക്കുക. നമുക്ക് സെഷൻ കഴിഞ്ഞതിന് ശേഷം രണ്ടും കൂടി ചേർത്ത് ചോദിക്കാവുന്നതാണ്. സാർ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോവാം. ഇനി നമ്മൾക്ക് പ്രായമായവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താം എന്നുള്ളതിനെ പറ്റി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അവരവരുടേതായ ധാരണകളുണ്ട്, അതൊന്നും നമ്മൾ പറയേണ്ടതല്ല. എന്നാൽ തന്നെയും പൊതുവായി പറഞ്ഞു വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ബാങ്ക് ഡെപ്പോസിറ്റ്സ്, നമ്മൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനോ പല ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനോ RBI ഒരു റെസ്ട്രിക്ഷനും വെച്ചിട്ടില്ല. ഒരു അക്കൗണ്ട് മാത്രമേ തുടങ്ങാവൂ എന്നുള്ള രീതിയിൽ ഉള്ള പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അതിലൊന്നും വശംബദ്ധരാവേണ്ട കാര്യമില്ല. നമ്മൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും തുടങ്ങുന്നതിന് പ്രശ്നമില്ല. അത് ജോയിന്റ് അക്കൗണ്ട് ആക്കാം, EORS ആക്കാം, ഐദർ സർവൈവർ ആക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ പേരിലും നോമിനിയെ വെച്ചിട്ടും ആക്കാം. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. ഇനി ബാങ്ക് ഇഫ്ഡയെ പറ്റി പറഞ്ഞു, നമുക്ക് SBIയിൽ കിട്ടാൻ പോകുന്ന ഇൻട്രസ്റ്റ് 3.5 അല്ലെങ്കിൽ 4, അതല്ല ഗ്രേഡഡ് ആയിട്ടുണ്ട്. അതായത് 5 ലക്ഷം വരെ 4%, 5 മുതൽ 10 വരെ 6%, 10 മുതൽ 15 വരെ 6.5%, അങ്ങനെയൊക്കെ തരുന്നതിലെ ബാങ്കുകളുണ്ട്. അപ്പൊ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ബാങ്ക്സ്. അവര് ബാങ്കുകൾക്ക് കാസ, അതിനകത്ത് അവർക്ക് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട്, അതിനകത്ത് അതാണ് കാസ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ഇടുമ്പോഴാണ് ബാങ്കുകൾക്ക് ഏറ്റവും പ്രയോജനപ്പെടും. കാരണം ഏറ്റവും കുറഞ്ഞ തുകയ്ക്ക് കറണ്ട് അക്കൗണ്ടിന് ഇൻട്രസ്റ്റ് ഇല്ല, സേവിങ്സ് അക്കൗണ്ടിനാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. സേവിങ്സ് അക്കൗണ്ട് നമുക്ക് കിട്ടുന്ന 3.5%, 4%, 5%, ഭാഗ്യമുണ്ടെങ്കിൽ വലിയ തുകയുണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. ഇവിടെയൊക്കെ നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒരു മാർഗം നമ്മളുടെ ബാങ്കിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, ടേം ഡെപ്പോസിറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ ടേം ഡെപ്പോസിറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, മുതിർന്ന പൗരൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്നത് 0.5% ആണ് സാധാരണക്കാരിൽ നിന്നും അധികമായിട്ട് കിട്ടുന്നത്. ഈ കിട്ടുന്ന അധികമെന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ബാങ്കിൽ നിന്ന് കിട്ടാവുന്നത് 8.75 ആണ് മാക്സിമം. 8.5, 8.75, 8%, 7.5, അങ്ങനെ പല ബാങ്കുകളുടെയും പല രീതിയിലുള്ള പലിശ നിരക്കുകളാണ് ഉള്ളത്. നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു കുറഞ്ഞ പലിശയല്ലേ. ഇതിനകത്ത് ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 7% ഇൻഫ്ലേഷൻ അനുസരിച്ച് കുറയുന്നുണ്ട്. നമുക്ക് അതിനകത്ത് അപ്പം നമ്മൾ ഈ ഇടുന്ന പണം ഒന്നുമില്ലാതായി തീരുകയാണ് 5 വർഷം കഴിയുമ്പോൾ. നമുക്ക് അതിന്റെ പലിശ കിട്ടുന്നു എന്നുള്ള ഒരു സത്യം ഒഴിച്ചാൽ നമുക്ക് പലപ്പോഴും നമ്മളുടെ പണത്തിന്, ബാങ്കിൽ ഇടുമ്പോൾ കിട്ടുന്ന പണത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ തന്നെയും നമ്മള് നല്ലൊരു ശതമാനം ആളുകളും ബാങ്ക് ഡെപ്പോസിറ്റിൽ ഇടുന്നതിന് കാര്യം ഈസി ലിക്വിഡിറ്റി ആണ്. നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ പോലും കാലാവധിക്ക് മുൻപ് പിൻവലിച്ചാൽ അത്രയും നാൾ കിടന്ന തുകയുടെ പലിശ എത്ര വന്നിട്ടുണ്ടോ, അതായത് ഒരു വർഷം 8.5% ആണെങ്കിൽ നമ്മൾ 3 മാസം കഴിഞ്ഞ് പിൻവലിക്കുമ്പോൾ 3 മാസത്തെ ഡെപ്പോസിറ്റിന് 6% പലിശയാണ് ആപ്ലിക്കബിൾ എങ്കിൽ ഒരു പെനാൽറ്റിയായി ചില ബാങ്കുകൾ എടുക്കുന്നതാണ് 1%, 0.5% കുറച്ച് 6% വരെ 5% പലിശയോടെ നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മളുടെ സംവിധാനങ്ങൾ അനുസരിച്ച് നമുക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി തന്നെ മാറ്റാൻ പറ്റും. ഈ സ്മാർട്ട് ഫോൺ വഴി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ആപ്പിൽ കയറിയിട്ട് ലിക്വിഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നു. നമ്മൾക്ക് അത് ഏതെങ്കിലും തരത്തിൽ കാർഡ് ഉപയോഗിച്ച് തന്നെ പണം ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നു.
അപ്പോൾ നമുക്ക് വരുന്ന ഒരു നഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ പ്രിമച്ചർ ക്ലോസറിനുള്ള പെനാൽറ്റിയോ അല്ലെങ്കിൽ പ്രിമച്ചർ ക്ലോസറിനുള്ള ഇൻട്രസ്റ്റോ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാണ്. കാലാവധി പൂർത്തിയാക്കിയാൽ മാത്രമേ നമ്മൾക്ക് പൂർണ്ണ തുക കിട്ടുന്നുള്ളൂ. ബാങ്കുകളിലും മറ്റും ക്വാർട്ടർലി ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ക്വാർട്ടറിലും ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അത് TDS പിടിക്കേണ്ടതാണെങ്കിൽ TDS പിടിച്ചിട്ടോ 10% പിടിച്ചിട്ടോ അല്ലാതെയോ കിട്ടുന്നു. നമ്മൾ TDS പിടിക്കാത്തതാണെങ്കിൽ നമ്മൾക്ക് ഇൻകം ടാക്സിനകത്ത് കൂടുതലായി വരുന്നുവെങ്കിൽ ആ TDS പിടിക്കാത്ത തുക നമ്മളുടെ ഇൻകത്തിൽ കാണിക്കുകയും ബാങ്കിന്റെ അക്കൗണ്ടിൽ വരുന്ന എല്ലാ ക്രെഡിറ്റുകളും എല്ലാ തരത്തിലുള്ള ഇൻട്രസ്റ്റ് ക്രെഡിറ്റുകളും നമ്മളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ സാധിക്കുന്നുണ്ട്. അവരത് അറിഞ്ഞു കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ മിസ് ചെയ്താൽ അവർ നമ്മളെ അറിയിക്കും, ഡിസ്പ്യൂട്ട് അറിയിക്കും. അല്ലാതെ നമ്മൾ അറിയിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കുറച്ചിട്ട് TDSനുള്ള തുക അല്ലെങ്കിൽ നമുക്ക് ടാക്സബിൾ ഇൻകം ഇല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഇല്ല എന്നുള്ളത് കാണിച്ചിട്ട് നമ്മൾ ഫയൽ ചെയ്താൽ മതി. അപ്പൊ ഈ 7% പലിശ എന്ന് പറയുന്ന വളരെ നെഗ്ലിജിബിൾ ആണെങ്കിൽ കൂടിയും നമ്മൾ ഒരു നല്ല ശതമാനം ചെറിയൊരു പോർഷൻ നമ്മളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും പലിശ കുറവുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലും അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ ടേം ഡെപ്പോസിറ്റുകളിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എടുക്കാൻ പറ്റും. ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. പക്ഷെ മന്ത്ലി എടുക്കുമ്പോൾ അതിനൊരു ഡിസ്കൗണ്ടഡ് വാല്യൂവേ കിട്ടുന്നുള്ളൂ. ക്വാർട്ടർലി എടുത്തു കഴിഞ്ഞാൽ ക്വാർട്ടർലി ഉള്ള ആ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അതല്ല നമ്മൾ ആനുവലി ആണ് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ മെച്യൂരിറ്റിയിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റിന് ആ ക്വാർട്ടർലി റെസ്റ്റിലുള്ള തുകയ്ക്ക് കൂടി പലിശ ചേർത്തിട്ടാണ് നമുക്ക് മെച്യൂരിറ്റിയിൽ കിട്ടുന്നത്. ഇതാണ് ഒരു വഴി. ഇത് എല്ലാം ഫുൾ എമൗണ്ട് ഡോണ്ട് പുട്ട് ഓൾ ദി എഗ്സ് ഇൻ വൺ ബാസ്കറ്റ് എന്നുള്ളൊരു സിദ്ധാന്തം അവിടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഗോൾഡ് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ മുമ്പ് അത്രയും അല്ലായിരുന്നു. എന്നാൽ 2020 ശേഷം വന്ന ഒരു ഉയർച്ച എന്ന് പറഞ്ഞാൽ 200% മേളിൽ ഗോൾഡിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഗോൾഡ് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് നാളെ അത് ഉണ്ടാവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗോൾഡിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സോഴ്സ് ഓഫ് അസറ്റ് ക്രിയേഷൻ ആണ്. ഗോൾഡ് എന്ന് പറയുന്നതിനകത്ത് തന്നെ നമ്മൾ വിചാരിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് കൂടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് 2014 26,700 ആയിരുന്ന 10 ഗ്രാമിന്റെ വില 2024 ആയപ്പോൾ 68,790 ആയിട്ട് കൂടി. അതിന്റെ അർത്ഥം ഗോൾഡിന് നല്ല ഒരു ഉയർച്ച ഈ കഴിഞ്ഞ ഒരു ദശകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അതെല്ലായ്പ്പോഴും ഉണ്ടാവണമെന്നും നിർബന്ധമില്ല. ചില കാലഘട്ടങ്ങളിൽ കുറയും, ചില കാലഘട്ടങ്ങളിൽ കൂടും. പക്ഷെ അതും ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാവീണ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ലെവലിൽ ഏകദേശം 3% അടുത്ത് മാത്രമേ, അല്ലെങ്കിൽ 3% ഒരല്പം കൂടുതലില്ല. കാരണം ഇത്രയധികം 142 കോടി ആൾക്കാർ ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഏകദേശം 3% എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതും നമ്മള് വൊളാറ്റിലിറ്റി കൊണ്ട് തന്നെ നഷ്ടങ്ങൾ സംഭവിക്കാവുന്നതുമായ ഒരു ഇടമാണെങ്കിൽ കൂടിയും പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് നല്ല റിട്ടേൺ കൊടുക്കാറുണ്ട് എന്ന് കണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ അറിയിക്കുന്ന ആൾക്കാരിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുന്നവരിൽ കൂടിയോ ആണെങ്കിൽ അവർ നമ്മളെ കബളിപ്പിക്കും. അതായത് അവരുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ സ്റ്റോക്കുകൾ വലിയ കമ്പനികളായിരിക്കും വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നല്ല പ്രൈസ് നല്ലതാണ്, ഇത് ഇത്ര മാസം കഴിഞ്ഞ് ഇത്ര കൂടുമെന്നൊക്കെ അറിയിച്ച് കഴിയുമ്പോൾ നമ്മൾ മേടിക്കുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന അവർ ഓഫ്ലോഡ് ചെയ്യുന്നു, നമ്മൾ പെടുന്നു, പിന്നീട് താഴോട്ട് പോകുന്നു. ഇതൊക്കെ സംഭവിക്കാം. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നല്ല കമ്പനിയിലാണോ എന്ന് ശ്രദ്ധിക്കുക. ഈ പെനി സ്റ്റോക്സിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് പലപ്പോഴും നല്ലത്. നമുക്കറിയാം ഇപ്പൊ ഈ അടുത്ത കാലത്തുള്ളതിനകത്ത് സ്റ്റേബിൾ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് ചിലത് ലാർജ് ക്യാപ് കമ്പനീസിൻ്റെ പോകാറുണ്ട്, അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് പോകുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടർ പോകുന്നുണ്ട്, റെയിൽവേസ് പോകും. ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മോർ ദാൻ 100% ആണ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റോക്കിന്റെയും 52 ആഴ്ചത്തെ, അതായത് ഒരു വർഷത്തെ ഹയസ്റ്റ് ലോവസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെ വരെ ഗ്രോ ചെയ്തിട്ടുണ്ട്.
അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ബാങ്കിങ് സ്റ്റോക്കുകൾ പൊതുവെ സേഫ് ആണ്. ഇപ്പൊ SBI ആണെങ്കിലോ ICICI ആണെങ്കിലോ നമ്മൾ ബാങ്കിങ് സ്റ്റോക്ക്, ഇത് ഏത് സ്റ്റോക്ക് എടുക്കുന്നതും നമ്മളുടെ ഇഷ്ടമാണ്, നമ്മളാണ് തീരുമാനിക്കുന്നത്. യു ആർ ദ റൈറ്റ് അതോറിറ്റി ടു തിങ്ക് അബൌട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെപ്പറ്റി പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവും. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആപ്പുകളുണ്ട്. ഇപ്പം ജിയോജിത്ത് പോലത്തെയുള്ള കമ്പനികളുണ്ട്, അല്ലെങ്കിൽ HDFC ഉണ്ട്, എല്ലാവർക്കും കോട്ടക് ഉണ്ട്, ഇവർക്കെല്ലാം അവരുടേതായ ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനീസ് ഉണ്ട്, അവർക്കൊക്കെ അവരുടേതായ ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ കൂടി തന്നെ നമുക്ക് ഓൺലൈൻ ട്രേഡ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത്, അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്നത്, നമുക്ക് ഒരു അക്കൗണ്ടോ 2 അക്കൗണ്ടോ മാത്രമേ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ആപ്പ് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഇന്ന അക്കൗണ്ടിൽ കുറച്ച് പണം ഉണ്ട്, അത് അങ്ങോട്ട് ഇടാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മളുടെ പണം നമ്മളുടെ ആപ്പ് വഴി നമ്മളുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിക്ക് അയക്കാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് പണമുള്ള ബാങ്കിൽ നിന്നും അത്തരം ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്കിലേക്ക് അക്കൗണ്ട് മാറ്റിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള സ്റ്റോക്ക് ട്രേഡിംഗ് നടത്താൻ പറ്റുള്ളൂ. ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധയോടുകൂടി നടത്തണം. കാരണം ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ ഇത് ഒന്നുകിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്ക് നമ്മൾക്ക് നശിക്കും, ഈ നമ്മളെ കൊണ്ടുപോകും. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 20% ഈ വർഷം കൂട്ടിയിട്ടുണ്ടെങ്കിൽ, മറ്റേത് അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 12.5% 10ൽ നിന്നും 12 ആക്കി. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15ൽ നിന്നും 20 ആക്കിയിട്ടുണ്ട് ഈ വർഷം. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു വർഷം നമ്മൾ നിലവിലുള്ള മേടിച്ച ഷെയറുകൾ വിൽക്കാതെ ഇരുന്നാൽ, അത് ഷോർട്ട് ടൈം വിൽക്കാതെ ഇരുന്നാൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലേക്കാണ് പോകുന്നത്. നമ്മളത് വിൽക്കുമ്പോൾ അതിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കേണ്ടി വരും. എന്നാൽ തന്നെയും വില നമ്മൾക്ക് ഡീസന്റ് ആയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിറ്റാൽ ഈ 20% എന്ന് പറയുന്നത് പോലും നമ്മൾക്ക് അത്ര വലിയ ഒരു ബാധ്യതയാവുന്നില്ല. ഇനി അതല്ല, ഒരു വർഷത്തിനുള്ളിലാണ് നമ്മളുടെ സ്റ്റോക്ക് മേടിച്ച സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഷെയർ വിൽക്കുന്നതേ എങ്കിൽ ആ വിൽക്കുന്ന തുക അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ പോവുകയും അത് 15% ആയിരുന്നത് ഇപ്പോൾ അത് 20% കൂട്ടുകയും ചെയ്തു. ഇവിടെ കോംപ്ലിക്കേഷൻ തോന്നുന്നുണ്ടാവാം, പക്ഷെ എന്നാൽ തന്നെയും അത് വരുന്നത് നമുക്ക് കിട്ടുന്നതിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ബോധന ചെയ്യേണ്ട. ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മളുടെ സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയിൽ നിന്നും മേടിച്ച് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടിന് അയച്ചു കൊടുക്കുക. അതല്ല നമ്മൾ തന്നെയാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ അത് ചേർത്ത് അയച്ചു കൊടുത്ത് ടാക്സ് റിട്ടേണിന് ഫയൽ ചെയ്യാവുന്ന. ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ്, ഈ ഷെയർ ട്രേഡിങ്ങിനുള്ള ഒരു പ്രത്യേകത, വൊളാറ്റിലിറ്റി വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഈ നിഫ്റ്റി എന്നും സെൻസെക്സ് എന്നുമാണ് ഇന്ത്യയിലുള്ള സ്റ്റോക്ക് ബ്രോക്കിംഗിലുള്ള, അതായത് BSE ഇതിന് സെൻസെക്സ് എന്നും NSE ഇതിന് നിഫ്റ്റി എന്നുമാണ്. നിഫ്റ്റിയിൽ 50 സ്റ്റോക്കുകളാണ് ഉള്ളത്. ആ 50 സ്റ്റോക്കുകളിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതനുസരിച്ച് അതിനകത്ത് ഇപ്പൊ FIIs, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനേക്കാളും കൂടുതൽ ബാധിക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അത് വിഡ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും ഷെയറിന്റെ പ്രൈസുകൾ താഴോട്ട് പോകുന്നത്. കൂടാതെ റീറ്റെയിലേഴ്സിനും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, എന്നിട്ട് അവരുടെ നെഗ്ലിജിബിൾ പെർസെന്റേജ് ഒന്നും അല്ല, എന്നാൽ തന്നെയും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് വലിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ യെന്നിന് 0.25% ഇൻട്രസ്റ്റ് അവർ വന്നു കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ഫ്രീ ആയിട്ട് കിട്ടിയിരുന്ന ലോണുകൾ ജപ്പാനിൽ അത് പോയി കഴിഞ്ഞപ്പോൾ അവര് FIIs ആയിട്ട് അവർ പലരുടെ ബാങ്കുകളിൽ ഇട്ടിരുന്ന തുകകൾ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ ഓൾ ഓവർ ദ വേൾഡ് ഈ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഇടിവ് സംഭവിച്ചു. എന്നിട്ട് തന്നെയും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിന് ഈ പറയുന്ന രീതിയിലുള്ള ഇടിവുകൾ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് കാര്യമായിട്ട് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സംഭവിച്ചു ഇല്ല എന്ന് പറയുന്നില്ല, ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, പലരുടെയും അസറ്റുകൾ താഴോട്ട് പോയിട്ടുണ്ടാവാം. എന്നാൽ തന്നെയും നമ്മളുടെ ഇപ്പോ 25,000 ആയിരുന്ന നിഫ്റ്റി, 25,000 പോയിന്റ്സ് ആയിരുന്ന നിഫ്റ്റി ഇന്നിപ്പോ 24,200 അടുത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സ് 80,000 ആയിരുന്നു, 80,000 ചിലവാനമായിരുന്നത് താഴോട്ട് വന്ന് 79,000 ഇപ്പൊ നിൽക്കുന്നത്.
അപ്പൊ അതൊന്നും ഒരു ക്രൈറ്റീരിയ ആയിട്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ വരും. നമ്മൾ ധൈര്യമായിട്ട്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഡ്യൂ ഡേറ്റിന് കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്നാൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും ഒരു നോട്ട് ലെസ് ദാൻ 20% റിട്ടേൺ നമുക്ക് തരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. അത് യൂസ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. വേറൊന്നും കൊണ്ടല്ല, നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ മുട്ടയും ഒരു കുട്ടയിൽ തന്നെ ഇടാതെ പല കുട്ടകളിലായി ഇടുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട്. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ പാനിക്കി ആയിട്ടുള്ള സെല്ലിങ് കണ്ടിട്ട് വിട്ടു പോകുമ്പോഴാണ് നമ്മൾ നഷ്ടത്തിൽപ്പെടുന്നത്. അതിന് പകരം വെയിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ ഇത് കൂടുന്ന സമയത്ത് നമ്മൾ വിൽക്കണം. ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. നമ്മളത് കൂടുന്നത്. ഇനി അതല്ല, സ്റ്റേബിൾ ആയിട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ, ഷെയറുകൾ, അത് കുറെ നാളായിട്ട് അത് അനങ്ങുന്നില്ല എങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കി അത് വിറ്റ് പുതിയതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ഡേ ട്രേഡ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഒരു ആണ് ഡേ ട്രേഡ്. ഡേ ട്രേഡ് എന്ന് പറഞ്ഞാൽ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ നമ്മൾ മേടിച്ച് അന്ന് തന്നെ വിൽക്കുക. 9:15 മുതൽ 3:30 മണി വരെയാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിന്റെ സമയം. ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മേടിക്കുന്നത്, ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇന്ന കമ്പനിയുടെ ട്രേഡ് ചെയ്യുന്നു, നമ്മൾ 1000 രൂപയ്ക്ക് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര നമ്പർ 1000 രൂപയുടെ 100 എണ്ണം മേടിക്കുന്നു. അപ്പൊ ഇത്ര ലക്ഷം രൂപ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് തീർന്നു പോകുന്നില്ല എങ്കിൽ നമ്മൾ വിൽക്കാൻ ബാധ്യസ്ഥരാകുന്നു. അതായത് 3 മണി കഴിയുമ്പോൾ തന്നെ ട്രേഡിംഗ് കമ്പനി നമ്മളെ വിളിച്ചറിയിക്കുന്നു, നിങ്ങളുടെ സ്റ്റോക്ക് ഇൻട്രാഡേയിൽ കിടക്കുകയാണ്, അത് ഇപ്പോൾ വിൽക്കേണ്ട സമയമായിരിക്കുന്നു, നിങ്ങൾ വിൽക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അത് വിൽക്കും എന്നറിയിക്കുന്നു. നമ്മൾ അത് വിൽക്കുന്നു അല്ലെങ്കിൽ അവരത് വിൽക്കുന്നു. അവിടെ ഒരു നഷ്ടമുണ്ട്. ഈ ഡേ ട്രേഡ് പലപ്പോഴും നമുക്ക് നല്ല ഉറപ്പില്ലാത്ത ഇതിൽ ചെയ്യരുത്. കഴിയുന്നതും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ദിവസത്തേക്കെങ്കിലും കിടക്കുന്ന രീതിയിലോ മാത്രമേ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഈ നമ്മളുടെ പ്രോഫിറ്റ് നമ്മൾ അതാത് മാസങ്ങളിൽ തന്നെ മാറ്റാൻ പറ്റും. അത് കമ്പനിക്കാർ വഴി അറിയിച്ചിട്ടോ അല്ല നമ്മുടെ ആപ്പിൽ കൂടിയോ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എത്ര നാൾ കിടക്കണമെന്നുള്ളത് ചിന്തിക്കുന്നത് എപ്പോഴും നമ്മളുടെ ഒരു ആവശ്യം. ഇനി നമ്മൾക്ക് ഇതിനൊക്കെ സമയമില്ല എങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന മറ്റൊരു മാർഗമാണ് മ്യൂച്വൽ ഫണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതും റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്നാൽ തന്നെയും നമ്മൾക്ക് വേണ്ടി ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി AMC ഇത് ചെയ്യുന്നു. നമ്മൾക്ക് വേണ്ടി ഈ പണികളെല്ലാം അവർ ചെയ്തു തരികയാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ, മൾട്ടി ക്യാപ്പ്, ഹൈബ്രിഡ്, ഗവൺമെന്റ് സെക്യൂരിറ്റി, ഇങ്ങനെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അവർ നടത്തുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്നു. ഏകദേശം 44ഓളം AMCകളുണ്ട്, 5000ഓളം മ്യൂച്വൽ ഫണ്ട്സും. നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ബാങ്കുകളുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ എങ്ങനെയാണ് ഗ്രോത്ത്, പ്രസന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് അറിയാൻ പറ്റും. അതായത് 1 ഇയറിന് ഇത്ര %, 3 ഇയേഴ്സിന് ഇത്ര %, 5 ഇയേഴ്സിന് ഇത്ര % റിട്ടേൺ കിട്ടി എന്ന് അവരുടെ ആപ്പിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ 3-ാമത്തെ ദിവസം നമ്മളുടെ പേരിൽ അതൊരു മ്യൂച്വൽ ഫണ്ടായിട്ട് ഉണ്ടാവുന്നു. സെയിം അത് 50,000-ഓ 1,00,000-ഓ വലിയ തുകകളോ വെറും 10,000-ഓ എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് എത്ര തുകയാണ് നമുക്ക് ഇടാവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് സിംഗിൾ ആയിട്ട് ഇടാം. അതേപോലെ തന്നെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ SIP എന്നുള്ള രീതിയിൽ മാസം ബാങ്കുകൾ എടുക്കുന്ന രീതിയിലും ഇടാൻ സാധിക്കും. ഈ മ്യൂച്വൽ ഫണ്ടുകൾ നമ്മൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ടും നമ്മൾ ഇടുന്ന ഫണ്ടുകൾ റിസ്കി ആയിട്ടുള്ള, അതായത് ഇക്വിറ്റി റിലേറ്റഡിൽ ഇടുമ്പോൾ അതിന്റെ ഇക്വിറ്റിയുടെ ഒരു റിസ്ക് ഉണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ അടുക്കാണ് അത് പോകുന്നത്. ഇക്വിറ്റിയുടെ ആ റിസ്ക് നമ്മൾ ഫേസ് ചെയ്യാൻ കൂടെ തയ്യാറാവണം. അപ്പോ അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് നോക്കുന്നു, നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ വരുന്നില്ല. നമ്മൾ എപ്പോൾ നോക്കിയാലും നമ്മളുടെ റിട്ടേൺ നമുക്ക് അറിയാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇട്ട ഡേറ്റും ആ ഡേറ്റും വെച്ച് നോക്കി അതിനകത്തുള്ള റിട്ടേൺ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺ വരുന്നില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാനായിട്ട്, അതായത് റിഡീം ചെയ്യാനായിട്ട് അറിയിച്ചാൽ വിതിൻ 2 days അല്ലെങ്കിൽ 3 days നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ആ എമൗണ്ട് തിരികെ ക്രെഡിറ്റ് ആവും. ആ എമൗണ്ടും അതിനോടൊപ്പം അതിന്റെ റിട്ടേൺ. അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്, മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഏത് തരത്തിലാണെങ്കിൽ പോലും
നമ്മൾക്ക് അത് തിരികെ എടുക്കാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ മച്യൂരിറ്റി ബാങ്കിലെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് പോലെയുള്ള ഒരു സ്പീഡിലായിരിക്കില്ല, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നോട്ട് പോകും. എന്നാൽ തന്നെയും നമ്മൾക്ക് അതെടുക്കാം. ഇതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നോക്കിയ ഒരു ഇൻവെസ്റ്റ്മെന്റിനകത്ത് ചിലതിനകത്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 80% കൂടുതൽ റിട്ടേൺ വരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അത് നമ്മൾ അതിലിടുന്ന സമയത്ത് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് എപ്പോൾ കൂടി എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറയുന്ന ഒരു ടെൻഡൻസി വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിച്ചാൽ അന്നത്തെ ദിവസത്തെ റേറ്റ് വെച്ചിട്ട് അവർ കട്ട് ചെയ്യും, നമുക്ക് അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പം 83%, 100% വരെ വരുന്ന ചില സമയത്ത് വരും, മാർക്കറ്റ് കുറയുമ്പോൾ താഴോട്ട് പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതനുസരിച്ച് നമ്മൾ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യസമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റും അതിന്റെ റിട്ടേണും ചേർത്ത് റിഡീം ചെയ്തെടുക്കാൻ സാധിക്കും. മ്യൂച്വൽ ഫണ്ട്സും ഈ നമ്മുടെ ടി വിയിലൊക്കെ പറയുന്നത് സച്ചിൻ തെണ്ടുൽക്കർ ഒക്കെ പറയുന്നതായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. സച്ചിൻ തെണ്ടുൽക്കറും ധോണിയും ഒക്കെ പറയുന്നുണ്ടല്ലോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക പ്രശ്നമാണെന്ന്. ശരിയാണ്, മ്യൂച്വൽ ഫണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് കടക്കുമ്പോൾ അതിന്റെ വരുംവരാഴികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ബാങ്ക് ആപ്പുകൾ ഉപയോഗിച്ചാൽ അവരുടെ ബാങ്കിലെ ആപ്പിൽ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ റിട്ടേൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1, 2, 4, 5, 6 അല്ലെങ്കിൽ ഒരു 10 നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ട്സിലായിട്ട് നമ്മൾ പലതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തീർച്ചയായിട്ടും ബാങ്കിൽ കിട്ടുന്നതിലും കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റിസ്ക് എലമെന്റ് ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട്സ് തന്നെ ഹൈബ്രിഡ് എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർന്ന് നമ്മുടെ ഡെപ്റ്റ് ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇക്വിറ്റിയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഹൈബ്രിഡ്. ഈ ഹൈബ്രിഡ് ഫണ്ടുകളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് കുറയും. അതായത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻ വന്നാൽ പോലും നമ്മളുടെ ഈ ബോണ്ടുകളിലും ഗവൺമെന്റ് സെക്യൂരിറ്റീസിലും മറ്റും ഇട്ടിരിക്കുന്നതിന് 7% കിട്ടുന്നത്. ആ കിട്ടുന്ന തുക 7, 8 ഒക്കെ കിട്ടുന്നുണ്ടാവും. ആ കിട്ടുന്ന തുക വെച്ചുള്ളതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോഴും അഷ്വേർഡ് ആയിട്ട് നമുക്ക് ഇൻകം കിട്ടും ഹൈബ്രിഡ് എന്നത്. ഇക്വിറ്റി ആണെങ്കിൽ ഫുള്ളി ഇക്വിറ്റി ആയിരിക്കും. പിന്നെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അതിനകത്ത് തന്നെ ഇക്വിറ്റിക്കകത്ത്. അതുപോലെ മൾട്ടി ക്യാപ്പ് ഉണ്ട്, പലതരത്തിലുള്ള ക്യാപ്പുകളുണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് പല പേരുകളിലുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് റിട്ടേൺ കിട്ടുന്നത് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലും മറ്റൊന്ന് സ്മോൾ ക്യാപ്പിലുമാണ് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടേക്കുന്നത്. അതുപോലെ PSU ഫണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ഫണ്ടുകളുണ്ട്. ഡെപ്റ്റ് ഫണ്ട്സ്, ഡെപ്റ്റ് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് അഷ്വേർഡ് ആയിട്ടുള്ള ഇൻകം ആണ്. അത് ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ അത്രയൊക്കെ തന്നെ ഇൻട്രസ്റ്റ് കിട്ടാറുള്ളൂ. അപ്പൊ ഇതാണ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പറയാനുള്ളത്. ഇപ്പോൾ ഭൂമിയിലാണെങ്കിലും ഗോൾഡിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും സ്റ്റോക്കിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോന്നും നിങ്ങളുടെ ചുമതലയാണ്. അത് എത്തരത്തിൽ വളരണമെന്ന് പലതും പലതിലായി ഇട്ടാൽ നമുക്ക് തന്നെ നമ്മളുടെ തുക സംരക്ഷിക്കാൻ സാധിക്കും. പിന്നെ കലാമിറ്റീസ് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനകത്തും ഉണ്ടല്ലോ കലാമിറ്റികളുടെ പ്രോബ്ലമാണ്. നമ്മൾ അറിയാതെ വരുന്ന ചില സെറ്റ് ബാക്സ് മ്യൂച്വൽ ഫണ്ടിനായാലും സ്റ്റോക്കിനാണെങ്കിലും എല്ലാത്തിനും ഉണ്ടാകും. പിന്നെ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം അനുസരിച്ച് കഴിഞ്ഞ വർഷങ്ങളായി ഇന്ത്യയിലെ ഒരു ബാങ്കും ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടില്ല. അങ്ങനെ വന്നിരിക്കുന്ന കേസുകൾ പണ്ട് പാലാ സെൻട്രൽ ബാങ്ക് തുടങ്ങി കുറെ ബാങ്കുകളൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ബാങ്കിങ് സിസ്റ്റം RBI വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട്. അബദ്ധങ്ങൾ ചിലപ്പോൾ കാണാതെ പോകുന്നുണ്ടാവും, ശരിയായ എന്നാൽ തന്നെയും അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അത് മറ്റൊരു ബാങ്കുമായിട്ട് കൂട്ടിയിണക്കി അവർ അത് ആ ബാങ്കിന്റെ പേര് നിലനിർത്താതെ മറ്റൊരു ബാങ്കിലേക്ക് ലിങ്ക് ചെയ്ത് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം വരാത്ത രീതിയിൽ അവരത് കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ട് ബാങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കാര്യങ്ങളല്ല പറയുന്നത്, ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ഐ തിങ്ക് ഐ ഹാവ് കവേർഡ് ഒരു ഡീസെന്റായ ഒരു ഏരിയ കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു എബ്രഹാം സർ. ഇന്നത്തെ സെഷൻ ആക്ച്വലി വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എല്ലാവർക്കും, അതായത് ഞാൻ അടക്കമുള്ള ഈ സെഷൻ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ജിയ സാറിന് ഡൗട്ട് ഉണ്ട്. ഞാൻ ഓക്കെ ജിയ സർ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കൂ. സംശയമൊന്നുമല്ല. ഇബ്രാഹിം സാറെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരുന്നു. നല്ല മനസ്സിലാവുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ 100% വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതിൻ്റെ ഒരു പ്രത്യേക നന്ദിയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പല രീതിയിലും ഇങ്ങനെ തട്ടിപ്പിന് ആയിട്ടില്ല.
പക്ഷേ UP-നൊക്കെ പല രീതിയിലും നമുക്ക് ഇങ്ങനെ എൻ്റെ പേരിൽ എൻ്റെ വൈഫിന്റെ പേരിലൊക്കെ ഒന്ന് നിർബന്ധിച്ച് ഹിന്ദിയിലൊക്കെ പറഞ്ഞ് നമ്മളെ വിരട്ടി നോക്കാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ വിരട്ടൊന്നും അവിടെ നടക്കില്ല. പല പ്രാവശ്യം ഫോൺ ചെയ്യും, ഒന്നിനെ പറയാം ഫോൺ ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് ഇത്ര രൂപ അയക്കുമോ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ നമ്മുടെ പൈസകളൊന്നും അങ്ങനെ പോയിട്ടില്ല. സാറ് പറഞ്ഞ 100% എല്ലാം വളരെ യൂസ്ഫുൾ ഉള്ളതും നമ്മൾ എല്ലാ സ്റ്റെപ്പിലും വളരെ കെയർഫുൾ ആയിരിക്കേണ്ടതുമാണ്. വളരെ എൻ്റെ എന്റെ അവിടെ നിന്ന് നല്ലൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ നല്ലൊരു പ്രോഗ്രാം. താങ്ക് യു ജിയർ സർ. സാറ് പറഞ്ഞൊക്കെ ശരിയാണ്. അവിടുത്തെ രാമചന്ദ്രൻ MP സർ. യെസ്, നമസ്കാരം സാർ. നമസ്കാരം. വളരെ ഇൻഫോർമേറ്റീവും വളരെ യൂസ്ഫുൾ ആയ ഇൻഫർമേഷനാണ് നിങ്ങൾ തന്നത്. എന്നെ പോലത്തെ ആൾക്ക് ഇതൊരു ഇപ്പോ ഒരു ആഗ്രഹം വന്നതാണ് ഇതിലേക്ക് എങ്ങനെ പ്രവേശിക്കണമെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ഷെയർ ട്രേഡിങ്ങിൽ ഒന്ന് പ്രവേശിച്ചാൽ കൊള്ളാമെന്നാണ് ഈ അവസാന കാലത്ത് തോന്നിയത്. പക്ഷേ പറഞ്ഞ ആദ്യത്തെ ഭാഗമൊന്നും നഷ്ടമൊന്നും വന്നിട്ടില്ല. പക്ഷേ റിട്ടയർമെന്റ് സമയത്ത് ഈ മറ്റുള്ളവരുടെ ഉപദേശം വ്യക്തമായ ധാരണയില്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്കിന്റെ കുറച്ച് പൈസ കിട്ടില്ല. പക്ഷേ പിന്നോട് നോക്കുമ്പോൾ അത് നഷ്ടം തോന്നിയുകൊണ്ട് പിന്നെ അത് നിലനിർത്താൻ തോന്നിയിട്ടില്ല, അത് വിഡ്രോ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ഈ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് നഷ്ടമാണ് ഉണ്ടായത്. പക്ഷെ എങ്കിലും ഇപ്പോഴും അതെനിക്കൊരു ട്രേഡിങ് തന്നെ തുടങ്ങിയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് തുടങ്ങുക, എന്താണ് ചെയ്യേണ്ടത്, ഇതിന്റെ ഇനീഷ്യൽ എന്തായിരിക്കണം എന്നിരിക്കും. നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് തോന്നുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ ഇപ്പോ ജിയോജിത്ത് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്. കേരളത്തിലെ തന്നെയാണ് ഞാൻ പറയുന്നത്. വെർട്ടെക്സ് ഉണ്ട്, അക്യൂമൻ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കമ്പനികളുണ്ട്. ബാങ്കുകളിലാണെങ്കിൽ HDFC, കോട്ടക്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ബാങ്കുകളിലും അവരുടേതായ രീതിയിലുണ്ട്. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾക്ക് ആദ്യമേ ഒരു പേഴ്സണൽ റാപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ആപ്പ്, അവരുമായിട്ട് ബന്ധപ്പെട്ട് KYC ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതല്ല നമ്മൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അത് അവരുടെ തന്നെ വിളിച്ച് പറയുക. കമ്പനിക്കാർ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ നമ്മളുടെ റിലേഷൻഷിപ്പ് ഓഫീസറെ വിളിച്ച് പറഞ്ഞാൽ അവര് നമുക്ക് വേണ്ടി സ്റ്റോക്കില് ട്രേഡ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ ആവശ്യം പറഞ്ഞാൽ അവരത് ചെയ്യുകയും എപ്പോഴെടുക്കണമെന്നുള്ളത് അറിയിച്ചാൽ അത് അവരനുസരിച്ച് ചെയ്യുകയും ചെയ്യും. നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഇത്ര മേടിക്കുന്നു, ഈ മേടിക്കുന്ന സമയത്ത് ഇന്ന് തന്നെ വിൽക്കണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വിൽക്കുക. ഇന്ന് തന്നെയുള്ള ഡേ ട്രേഡ് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, കാരണം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ അത് ലോങ് ടേം ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് തന്നെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റേറ്റ് ബാങ്ക് ഒന്നും ഒരു മോശമായ സ്റ്റോക്ക് അല്ല. കാരണം നമ്മളുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബാങ്കാണ്, ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ബാങ്കാണ്. ഒരിക്കലും അതിൽ നിന്നും നമുക്ക് ലോസ് വരില്ല. ചെറുതായ സെറ്റ് ബാക്സ് ആയിരിക്കാം, ചിലപ്പോൾ വളരെ വലുതായിട്ട് കൂടുന്നുണ്ടാവില്ലെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും നഷ്ടം വരില്ല. അതിനകത്ത് പെർസെന്റേജ് ഓഫ് ഗ്രോത്ത് സ്റ്റേറ്റ് ബാങ്കിൻ്റെത് കഴിഞ്ഞ 52 ആഴ്ചത്തേത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എനിക്കിപ്പോൾ ഇത് ചെയ്യുന്നതാണ് എനിക്ക് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ അത് എടുത്ത് പറഞ്ഞു തരാമായിരുന്നു. എത്രയായിരുന്നു ഈ വർഷം 52 എന്നാണ് ഏറ്റവും ലോസ്റ്റ് വന്നതിന് ഏറ്റവും ഹയസ്റ്റ് വന്നത്. അതുപോലെ തന്നെ റെയിൽവേസ്, നല്ല കുറെ അധികം സ്റ്റോക്കുകളുണ്ട് റെയിൽവേസ്. നമുക്കിപ്പോ റെയിൽവേ നന്നായിട്ട് പോകുന്നുണ്ട്. അതിനനുസരിച്ച് അതിനുള്ള ഗ്രോത്തുകളും കോച്ചുകളും ഉണ്ടാക്കല്, അതിന് വേണ്ടുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഉള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം റിട്ടേൺ കിട്ടും. ഇതിനെല്ലാം ഉള്ള കാര്യം ഒരു ഡീസന്റ് ആയ ഒരു ഇൻകം വന്നു എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ നിന്ന് ക്ലോസ് ചെയ്തിട്ട് വേറൊരെണ്ണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യുക. അതിനൊരു കുഴപ്പമില്ല. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എവിടെ വേണമെന്ന്. പക്ഷെ ഒരു ഡീസന്റ് റിട്ടേൺ എന്ന് പറഞ്ഞ് എങ്ങനെ പോയാലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ഇൻകം ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഇത് കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ നമുക്ക് വേണ്ടി ചെയ്യാനോ AMC ഉണ്ട്. അവരാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇക്വിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ 100% കിട്ടുമ്പോൾ എടുത്തിട്ടുള്ളൂ. ഞാൻ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതലൊന്നും നോക്കാറില്ല. ഞാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ആപ്ലിക്കബിൾ ആയ ടൈമിൽ ഞാൻ എൻകാഷ് ചെയ്യും. എന്നിട്ട് അതേ തുക തന്നെ ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും, എന്റെ പ്രോഫിറ്റ് മാത്രം മാറ്റിയിട്ട്. ഇത് എന്റെ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ആണോ ഞാൻ പറയില്ല ഒരിക്കലും. കാരണം മ്യൂച്വൽ ഫണ്ട്സ് ആർ വെരി ഈസി. നമ്മളൊരു ബാങ്ക് ആപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സേ കോട്ടക്
ബാങ്കിന്റെ ആണെങ്കിൽ, ഞാൻ ഒരു ബാങ്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ ഒരു സിമ്പിൾ ആയിട്ട് പറയാം. കോട്ടക്കിന്റെ ബാങ്ക് ആണെങ്കിൽ ഞാൻ അതിനകത്ത് നമ്മൾ അവരുടെ ആപ്പ് ഉണ്ട്. ആപ്പിൽ കയറിയിട്ട് നമ്മൾ ഏത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആയിട്ടോ അല്ലെങ്കിൽ ലംസമായിട്ടോ ഇടാൻ സാധിക്കും. അതിനകത്തൊരു നോമിനിയെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നോമിനിക്ക് കിട്ടും. അത് മാത്രമല്ല നമ്മൾ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്താൽ നമുക്ക് അതിന് വേണ്ട പ്രോഫിറ്റ് കിട്ടും. നല്ല മ്യൂച്വൽ ഫണ്ട്സ് ഇൻഫ്രാസ്ട്രക്ചറിലും ഇപ്പോഴുള്ളത് പറയുകയാണ്, ഇൻഫ്രാസ്ട്രക്ചറിലും സ്മോൾ ക്യാപ്പിലും PSUയിലും ഒക്കെ ഉണ്ട്. നല്ല ഒന്നാന്തരമുണ്ട്. അതെല്ലാം നമ്മൾ യൂസ് ചെയ്യണമെന്ന്, എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലതെങ്കിലും നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ പോയാലും ബാങ്ക് ഇൻട്രസ്റ്റിലും കൂടുതലാണ് കിട്ടുന്നതിനകത്ത് ഒരു ഉറപ്പുകേടുമില്ല. പക്ഷേ ബാങ്ക് ഇൻട്രസ്റ്റ് വേണം, കാരണം ഒരു ലിക്വിഡിറ്റി, അല്ലെങ്കിൽ ഇത് ലിക്വിഡിറ്റി ഇല്ല എന്നല്ല പറഞ്ഞ 4-5 ദിവസത്തെ താമസം, 3 ദിവസത്തെ താമസം വരും. അതിന് പകരം ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കുന്നതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റോക്കിലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാം. സ്റ്റോക്കിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കമ്പനി, വലിയ കമ്പനികളിൽ പോയാൽ നമുക്ക് വേണ്ട സാധ്യതയില്ല. ഇപ്പം എല്ലാവർക്കും ഉണ്ട് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം കോട്ടക്കനുണ്ട്, HDFCക്ക് ഉണ്ട്, അതുപോലെ എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്, മിക്കവാറും എല്ലാ ബാങ്കുകൾക്കും. അപ്പൊ അവരുടെയൊക്കെ നമ്മുടെ കേരളത്തിലെ ബാങ്കുകൾക്ക് ഇല്ല പൊതുവെ. എന്നാൽ തന്നെയും അവർ ഗൈഡ് ചെയ്ത് ഏതെങ്കിലും കോറിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ബാങ്ക് ഏതെങ്കിലും ഒരു യൂണിറ്റുമായിട്ട് അവർ ലിങ്ക് ചെയ്ത് നമുക്ക് ചെയ്തു തരും. അവിടെ നമ്മൾ അവരുടെ സഹായം ആവശ്യപ്പെട്ടാൽ അവർ ചെയ്തു തരുന്നവർ നമുക്കുണ്ടാവും. അവർ നമുക്ക് വേണ്ടി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ എടുത്തു തരികയും ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്യും. അവര് പൊതുവേ ഈ സ്റ്റോക്ക് ബ്രോക്കിങ്ങിനുള്ളവര് വളരെ ഫ്രണ്ട്ലി ആണ്, കാരണം അവരുടെയും കൂടെ ആവശ്യമാണല്ലോ നിലനിൽക്കുന്നത്. അപ്പൊ ഇനീഷ്യലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബാങ്കിനെ സമീപിക്കുകയാണോ? ഈസി ആയിട്ട് ഇപ്പൊ ചെയ്യാവുന്നത് നമ്മൾ ബാങ്കിൽ കൂടിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾക്ക് വിശ്വാസമുള്ള ഇപ്പം യോജിത്തോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെയുള്ള കേരളത്തിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ആ കമ്പനികളിൽ കൊള്ളാവുന്നവ നോക്കിയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ അവരുടെ എവിടെ ജിയോജിത്തം ഞാൻ പറഞ്ഞത് അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ ഈ പറയുന്നത് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെർട്ടെക്സ് അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയുന്നു അവരുടെ എനിക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണം. ഈ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ പേരിൽ വരുന്ന സ്റ്റോക്കുകൾ അവർ ഡിമാറ്റിൽ കിടക്കുകയുള്ളൂ. ആ സ്റ്റോക്ക് നമുക്ക് കുറച്ചധികമായി കഴിഞ്ഞാൽ നമുക്കത് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും, നമുക്കത് വിൽക്കാതിരിക്കാൻ. അതായത് ഇപ്പൊ എനിക്കൊരു ബാങ്കിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 1000 ഷെയർ ഉണ്ടെന്ന് വെച്ചോളൂ, ഒരു നല്ല തുകയുണ്ട്. എനിക്ക് പണം അക്കൗണ്ടിൽ ഇല്ലാതെ തന്നെ അത് പ്ലെഡ്ജ് ചെയ്യാന്നാണ് പറയുക. പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് നമ്മുടെ അത് ഗോൾഡ് വെക്കുന്ന പോലെ അല്ല. അത് നമുക്ക് 1000 എണ്ണോ നാളെ വിറ്റാൽ നമുക്ക് ആ പ്ലെഡ്ജ് ചെയ്ത ലിമിറ്റ് ഉണ്ടാവില്ല. നമുക്കൊരു ലിമിറ്റ് ഇവർ തരുന്നു. ആ ലിമിറ്റ് വെച്ച് നമുക്ക് മേടിക്കാൻ പറ്റുന്നു. നമ്മുടെ പണം അത്രയും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും നല്ല സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ അവരത് ഇപ്പൊ മുത്തൂറ്റിനുണ്ട്, ഇവിടെ കേരളത്തിൽ പറയാം, HDFC, കൊട്ടക്ക്, അല്ലെങ്കിൽ ICICI, ഇവർക്കെല്ലാം ഉണ്ട്. ഇവർ ഈ വലിയ കമ്പനി ആകുന്നതോറും അവരുടെ ബ്രോക്കറേജ് കൂടി വരും. പിന്നെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് കുറയ്ക്കേണ്ടി വരും. ബ്രോക്കറേജ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ 0.3% ഒക്കെ എടുക്കും. അത് നമ്മൾ പറഞ്ഞ് 10%ഓ 0.15 0.1 ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള ലാഭം ഉണ്ടാവും. പിന്നെ ഡിമാറ്റ് ചാർജസ് അല്ലെങ്കിൽ ഡിമാറ്റിന്റെ കുറെ STT എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് പിടിക്കും. എന്നാൽ തന്നെയും ഡീസന്റ് ആയ പ്രോഫിറ്റ് ട്രേഡിൽ നമുക്ക് കിട്ടും. ശരി, ശ്രമിച്ചു നോക്കണമെന്നുണ്ട്. ശ്രമിക്കണം, തീർച്ചയായിട്ടും ശ്രമിക്കണം. താങ്ക് യു. വരദ, എനിക്ക് തോന്നുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാമല്ലേ? വെറുതെ ഞാൻ ഉണ്ടായിരുന്നു, എന്നെ മ്യൂട്ട് ആയി പോയി. ഞാൻ മുരളി സാറിനും കൂടി ഒരു ഡൗട്ട് ഉണ്ട്, അതും കൂടി ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ബ്രീഫ് ആയിട്ട് പറയാം. ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകള് അവര് എത്രമാത്രം ഫീസിബിൾ, എത്രമാത്രം ബിലീവബിൾ ആണ്? നമ്മുടെ മുരളി സാറിന്റെ സൗണ്ട് കേട്ടൂടാ. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കേൾക്കാം. ഇവിടെ അൺമ്യൂട്ട് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചത്. അതായത് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ഇല്ലേ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇസാഫ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ. ഇസാഫ് ബാങ്ക് ഉണ്ട്, പിന്നെ ഇപ്പം ബോബി ചെമ്മണ്ണൂരിനും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അതൊക്കെ ശരിയാണോ? അതായത് ബാങ്കിങ് സിസ്റ്റം മാതിരി തന്നെ ഇസാഫ് ബാങ്ക് ഒക്കെ മാതിരി തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്ന ഒരു രീതി. അപ്പോ അതൊക്കെ എങ്ങനെയാണ്? അത് ഇപ്പൊ മറ്റുള്ള ബാങ്കുകൾ ഇപ്പൊ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിന് 8.75 സാർ പറഞ്ഞു.
അത് ഇവരെല്ലാം വാഗ്ദാനം ചെയ്യുന്നവർ കൊടുക്കുന്നുണ്ട്. 12% വരെയൊക്കെ 11.5 and 12 അങ്ങനെയാണ്. അപ്പൊ അത് എത്രമാത്രം ബിലീവബിൾ ആണ്, അല്ല, feasible ആണ്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അങ്ങനെയുള്ളതിൽ ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇസാഫ് പോലുള്ളതിനെ പറ്റി ഞാൻ പറയുന്നില്ല. അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഹയസ്റ്റ് 8.75 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വരുന്ന എല്ലാം നമ്മൾ വിശ്വസിക്കണമെന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ്, അത് NBFC എന്ന് പറയുന്ന പലതിലൊന്നാണ്. ഇപ്പൊ മുത്തൂറ്റിൻ്റെത് NBFC ആണ്. അവർ പെർസെന്റേജ് കൂടുതൽ കൊടുക്കുന്നുണ്ടാവാം, ചിലത് കൊടുത്തു. ഈ കൂടുതൽ കൊടുക്കും തോറും റിസ്ക് ഫാക്ടർ അവിടെ കൂടുതലാണെന്നുള്ളതാണ്. അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിത് മേടിക്കുന്നത്. ഇപ്പൊ തന്നെ പോപ്പുലർ എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു, പോപ്പുലർ ഫൈനാൻസ്. അത് വർഷങ്ങളോളം ഉണ്ടായിരുന്നു, ഡെക്കേഡ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അവരെല്ലാം കൂടെ ഓസ്ട്രേലിയക്ക് പോയി നമ്മുടെ കിട്ടിയവരുടെ പണം കൊണ്ട് പോകാൻ നോക്കി പിടിച്ചു നിർത്തിയ കുറെ അധികം ആൾക്കാർ പെട്ടുപോയി. അപ്പൊ അവർ 12%, 13% കൊടുക്കുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണമെന്നില്ല. അപ്പൊ നമ്മളെ ഇസാഫ് പോലത്തെ ബാങ്കുകൾ ഇടുന്നതിനോട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 12%, 15% എന്നൊക്കെ പറയുന്ന ഫൈനാൻസ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിക്കണം. എത്ര ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ചാലും പോപ്പുലർ പോലുള്ളത് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് പോയത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പോയവരെല്ലാം അവിടെ ഇവിടെയും CBIയിലും മറ്റും കയറി ഇറങ്ങി അവരുടെ പണം തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും പലിശ കൂടുതൽ കിട്ടും എന്നുള്ളത് ഒരു ഉപാധി ആണെങ്കിൽ പോലും അത് എന്തുമാത്രം വിശ്വസനീയമാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇസാഫ് പോലുള്ള ബാങ്കുകൾ സോ ഫാർ സോ ഗുഡ്, ദർ ഇസ് നോ പ്രോബ്ലം. ഇപ്പൊ ഷെഡ്യൂൾഡ് ബാങ്കുകളാണെങ്കിൽ ഒരല്പം കുറഞ്ഞാൽ പോലും, ഇപ്പം എന്റെ അറിവിലെ ചില ബാങ്കുകൾ 8.5 കൊടുക്കുന്നുണ്ട്, 8.25 കൊടുക്കുന്നുണ്ട്. ചില ബാങ്കുകൾ 7.5 കൊടുക്കുന്നുള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് പോലുള്ളത് 7 കൊടുക്കുന്നുള്ളൂ. അപ്പൊ പല ബാങ്കുകളിലും പല റേറ്റുകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബാങ്കുകൾ നമ്മൾ സൈറ്റിൽ കയറിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചെയ്താൽ മതിയാവണം. ഒരിക്കലും ഒരു ബാങ്കിനെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് പറയാം. പക്ഷെ ബാങ്കിങ് സിസ്റ്റം ഇന്ത്യയിൽ വളരെ വളരെ സെക്യൂർഡ് ആണ്. കാരണം ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഷെഡ്യൂൾ ബാങ്ക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. RBIയുടെ കൺട്രോളിലുള്ള ഒരു ബാങ്കും ഒരു കാരണവശാലും പൊട്ടിപ്പോകാനായിട്ട് RBI സമ്മതിക്കില്ല. ഞാൻ കോപ്പറേറ്റീവ് ബാങ്ക് അല്ല ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അങ്ങനെയുള്ളതാണ്. കോപ്പറേറ്റീവ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ആയിട്ടുള്ളതുകൊണ്ട് നല്ലതായിട്ടുണ്ട്. ഇപ്പൊ കേരള ബാങ്കൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണ്. അതുപോലുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അങ്ങനെയുള്ളതിലൊന്നും കൊടുക്കുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കോപ്പറേറ്റീവ് ബാങ്കൊക്കെ 9.5 കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് കോപ്പറേറ്റീവ് ബാങ്കുകൾ സേഫ് ആയിരിക്കാം, പക്ഷെ നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് സൊസൈറ്റിയിലെ സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ കണ്ടില്ലേ, ആളുകൾ വന്ന് പലയിടത്തു നിന്ന് പൈസ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് അതൊന്നും പറയാം. അത് തന്നെ ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു അനുഭവങ്ങൾ. അതാണ് അനുഭവം ഗുരു. അതെ അതെ, അനുഭവജ്ഞാനത്തിലൂടെ സാർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആണ്. അത് കറക്റ്റ് ആയിരിക്കും ചെയ്യും. അതാണ് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ല അല്ല, പെടാൻ ഒരു സമയവും വേണ്ട. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒരു ഭാഗവും ഇല്ല. പെടുന്നതിന് ആരും പെടാം, ആർക്കും എപ്പോ വേണേലും പെടാം. നമ്മളിങ്ങനെ പെടാൻ വേണ്ടി നോക്കിയിരിക്കല്ലേ. അനുഭവങ്ങളിലൂടെ പറഞ്ഞു തരുന്ന ആ ഇതുണ്ടല്ലോ, അത് നമ്മൾ ഒരിക്കലും വിടരുത്. ഞാൻ 10 മണിക്ക് എനിക്ക് ഒറ്റപ്പാലത്ത് എത്തേണ്ട ആളാ, പക്ഷെ ഞാൻ ഇത് കേൾക്കാൻ വേണ്ടി ഇരുന്നതാ. വളരെ സന്തോഷം. വളരെ നന്ദി. താങ്ക്സ്. നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതെ, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ സെഷൻ, എബ്രഹാം സാറിന്റെ സെഷൻ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. കാരണം എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ഇതൊക്കെ വളരെ പുതുതായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു എബ്രഹാം സർ. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ട്, എന്തെങ്കിലും ഒരു പോയിന്റ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ സാറിന് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഞാൻ സാറിന്റെ നമ്പർ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. അപ്പോ ഓക്കെ. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഇനി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫ്രോഡുലൻസിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ഗൈഡ് ലൈൻ വേണമെങ്കിൽ സാറിനടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വളരെ ഇൻഫോർമേറ്റീവും അതുപോലെ തന്നെ ചിന്തിക്കാനുള്ളതുമായിട്ടുള്ള സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു എബ്രഹാം സർ, താങ്ക് യു സോ മച്ച്. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മൾ ഫസ്റ്റ് സെഷൻ ആണ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. അതിന് സുമനസ് കാണിച്ച എബ്രഹാം സാറിന് വളരെയധികം നന്ദി. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇനി 4 മണിക്കുള്ള ഡിജി ഗോൾഡ് തമ്പോലെയാണ്.